السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. سورة الأنعام 99. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي أنزل من السماء ماء فأخرجنا به نبات كل شيء فأخرجنا منه خضرا نخرج منه حبا متراكبا ومن النخل من طلعها قنوان دانية وجنات من أعناب والزيتون والرمان مشتبها وغير متشابه. انظروا إلى ثمره إذا أثمر وينعي إن في ذلكم لآيات لقوم يؤمنون. وجعلوا لله شركاء الجن وخرقوا له بنين وبنات بغير علم سبحانه وتعالى عما يصفون. بديع السماوات والأرض أنى يكون له ولد ولم تكن له صاحبة وخلق كل شيء وهو بكل شيء عليم. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിന്റെ ഒന്നാമത്തെ ദിനത്തിൽ തന്നെ അൽഹംദുലില്ലാഹ് നമുക്ക് ഒരുമിച്ച് കൂടാൻ അവസരം നൽകി. നമ്മിൽ നിന്ന് അല്ലാഹു ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ദോഷങ്ങളെ അല്ലാഹു തആല പുറത്തു തരട്ടെ. നല്ല ഉദ്ദേശങ്ങളെ അല്ലാഹു തആല പൂർത്തീകരിച്ചു തരട്ടെ. അഭിമാനത്തോടുകൂടെ ജീവിക്കാനും പരിപൂർണ ഹിദായത്തിലായി മരിക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചു. മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളേറെ സന്തോഷിക്കേണ്ട ഒരു ടൈമാണ്. അൽഹംദുലില്ലാഹ്, അതിൽ നമ്മുടെ ക്ലാസിന്റെ ഒരു പ്രത്യേകത, നമുക്ക് ഒന്നാമത്തെ നോമ്പിന്റെ അന്ത് തന്നെ അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ അവസരം ലഭിച്ചല്ലോ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു അത്രേ, തൗറാത്തിൽ പരാമർശിക്കപ്പെട്ട ഈ പ്രവാചകന് ഞാൻ അതായത് അന്ത്യപ്രവാചകന് 2 പ്രകാശങ്ങൾ ഞാൻ നൽകുന്ന അല്ലാഹു തആല പറഞ്ഞു അത്രേ. അപ്പോ ആ 2 പ്രകാശങ്ങൾ ഏതാന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോൾ അല്ലാഹു അദ്ദേഹത്തോട് മറുപടി പറഞ്ഞത് നൂറുൽ ഖുർആനി വ നൂറു റമളാൻ എന്നാണ്. ഒന്ന് ഖുർആനാകുന്ന പ്രകാശാണ്, മറ്റൊന്ന് റമളാനാകുന്ന പ്രകാശാണെന്നാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടും കൂടിയ ഒരു ടൈമാണ്. റമളാന് ഖുർആന്റെ മാസമായ റമളാന്. അപ്പൊ അങ്ങനെയുള്ള പരിശുദ്ധമായ റമളാന് ആഗതമാകുമ്പോൾ
അതിലാദ്യ ദിവസം തന്നെ രാവിലെ ഇപ്പം നമ്മൾ തുടങ്ങുന്നത് 9 മണിയാണെങ്കിൽ രാവിലെ തന്നെ ഇറങ്ങി പുറപ്പെടേണ്ട ഇറങ്ങി തിരിക്കുന്നത് ആഴത്തിലൊന്നും ഇങ്ങനെ ചിന്തിച്ചു നോക്കും നിങ്ങൾ. രാവിലെ തന്നെ വേണമെങ്കിൽ നമുക്കിന്ന് ഫസ്റ്റ് നോമ്പാണ്, ഒന്ന് കിടക്കാനൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. കിടന്നാൽ തന്നെ അങ്ങോട്ട് ആണോ ഒന്നെണ്ണം ഉറങ്ങിയണ്ടല്ലോ, പിന്നെ എഴുന്നേൽക്കാൻ വലിയ പണിയായിരിക്കും. അപ്പൊ നമ്മൾ നോക്കൂ, രാവിലെ തന്നെ ഇതിന് ഒരുങ്ങി താങ്ങി നമ്മൾ വരുമ്പോൾ നമുക്ക് നല്ലൊരു നെയ്യത്തുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ വലിയ ഒരു തൗഫീഖാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. അള്ളാഹു ഖുർആന്റെ യഥാർത്ഥ അഹ്ലുകാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു താല ഈ വിശുദ്ധ റമദാനിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു താല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. തൗഫീഖും വളരെ പ്രധാനമാണ്. ഇന്നലെ എൻ്റെ നാട്ടിൽ രാവിലെ 10 മണിക്ക് ഒരാൾ മരിച്ചു, രാവിലെ. വൈകുന്നേരം 4 മണിക്ക് ഒരാൾ മരിച്ചു, 4 മണിക്ക്. രാത്രി 10 മണിക്കാണ് അദ്ദേഹത്തിന്റെ ജനാസ മറവ് ചെയ്തത്. നോക്കുങ്ങൾ റമദാൻ പറക്കുമ്പോൾ ഉണ്ടാകാനുള്ളൊരു തൗഫീഖില്ല, ആലോചിച്ച് നോക്കൂ. അപ്പൊ അതാണ്. അപ്പൊ നമ്മളിപ്പോ അൽഹംദുലില്ലാഹ് റെഡി ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ അത് ചെലവാക്കുന്നത് പോലെയാണ്. എല്ലാ അവസരവും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടുന്ന് അങ്ങോട്ട് എന്ത് എന്നുള്ളത് നമുക്കൊരു പിടുത്തമില്ല. പക്ഷെ ഇപ്പോ ആയതായല്ലോ, ഇപ്പൊ നമ്മൾ ഹയാത്തിലുണ്ട്. അപ്പൊ അത്രയും നമുക്ക് ഭാഗ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും അള്ളാഹു നമുക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 98ാമത്തെ ആയത്തില് പറഞ്ഞു, നിങ്ങളെല്ലാരെയും അള്ളാഹു സൃഷ്ടിച്ചത് ഒരൊറ്റ ശരീരത്തിൽ നിന്നാണ്. അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തു. പിന്നെ മുസ്തഖറും മുസ്തൗദവും ഒക്കെ പറഞ്ഞു. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള സങ്കേതം, ഭൂമിക്കടിയിലുള്ള സങ്കേതം, ഗർഭപാത്രത്തിലുള്ള അവസ്ഥ, പുറത്തു വരുമ്പോഴുള്ള അവസ്ഥ, ഇതൊക്കെ അതുകൊണ്ട് ഉദ്ദേശങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത ആയത്തിൽ 99ാമത്തെ ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാണ്. അതായത് ഈ പ്രകൃതിയിൽ നിന്നുള്ള വലിയ ദൃഷ്ടാന്തങ്ങൾ പറയണം. ഈ ആയത്തിന്റെ വിശദീകരണത്തിലാണ് ഈ ഗർഭിണികളായ പിന്നെ സഹോദരിമാര്, പ്രസവിച്ച് കിടക്കുന്ന സഹോദരിമാരൊക്കെ, പ്രത്യേകിച്ച് ഈ ഈത്തപ്പഴത്തിൻ്റെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഉണ്ടല്ലോ, ഈ ലേഹ്യമൊക്കെ ഉണ്ടാക്കും. അതിൻ്റെ ഒരു അടിസ്ഥാനം യഥാർത്ഥത്തിൽ ഏതാണ്? ഈ ആയത്തിന്. ഈ ആയത്താണെന്ന് പറഞ്ഞാൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിലാണ് അത് സംബന്ധമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളുള്ളത്. അപ്പൊ ചിലതൊക്കെ നമ്മൾ വിചാരിക്കും പോലെ ആവൂല, ചിലതിനൊക്കെ ഒരുപാട് അടിസ്ഥാനങ്ങളുണ്ടാവും. നമ്മളെ പൂർവീകരിങ്ങനെ ചെയ്തു പോരുന്നതിൽ ഞാൻ വിശദീകരിക്കാം ഓരോന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹുവല്ലദീ അൻസല മിനസ് സമാഇ മാആ. അല്ലാഹു ആകാശത്ത് നിന്ന് വെള്ളത്തെ ഇറക്കി തന്നവനാകുന്നു. റമാദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം മത്വറാണ്, മഴ. ആകാശത്തു നിന്ന് അവൻ വെള്ളത്തെ ഇറക്കി തന്നു, മഴയെ അല്ലാഹു തആല നൽകി. എന്നിട്ട് തുടർന്ന് പറയാണ്, ഫഅഖ്റജ്നാ ബിഹി നബാത കുല്ലി ശൈ. അങ്ങനെ അനന്തരം, അതായത് ആ വെള്ളം വഴി, ഒരു നിമിത്താണ് വെള്ളം ഇല്ലെങ്കിലും അള്ളാഹ്ക്ക് മുളപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല, പക്ഷെ അള്ളാഹു ഓരോന്നിനും ഓരോ കണക്ക് വെച്ചിട്ടുണ്ട്. എല്ലാ തരം സസ്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്തു? മുളപ്പിച്ചു, മുള പൊട്ടിച്ചു. ഫഅഖ്റജ്നാ മിൻഹു ഖളിറാ. എന്നിട്ട് അതിൽ നിന്ന് പച്ച ചെടികളെ നാം പുറത്തു കൊണ്ടുവന്നു. നുഖ്രിജു മിൻഹു ഹബ്ബാ. മാത്രമല്ല ആ പച്ചച്ചെടിയിൽ നിന്ന് ധാന്യങ്ങളെ നമ്മൾ പുറത്തു കൊണ്ടുവന്നു. മുതറാകിബാ. ഇടതൂർന്ന് നിൽക്കുന്നത്, അടുത്തടുത്ത് നിൽക്കുന്ന ധാന്യങ്ങളെ അതിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നു. വമിനൻ നഖ്ൽ. ഈന്തപ്പനയിൽ നിന്നും നാം കൊണ്ടുവന്നു, അതായത് ഈന്തപ്പനയെയും നമ്മൾ മുളപ്പിച്ചു.
മിൻ തുൽഇഹാ ഖിൻവാനുൻ ദാനിയ, അതിൻ്റെ കൊതുമ്പുകളിൽ തൂങ്ങി നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന കുലകളെയും നാം കൊണ്ടുവന്നു, അതും നാം കൊണ്ടുവന്നു. വജന്നാതിൻ മിൻ അഅ്നാബ്, മുന്തിരിയുടെ തോട്ടങ്ങളെയും നാം ഉൽപാദിപ്പിച്ചു. വസൈത്തൂൻ, സൈത്തൂനിന്റെയും വറുമ്മാൻ, ഉറുമാനിന്റെയും. മുസ്തബിഹ, തുറന്ന് അല്ലാഹു തആല പറയാണ് മുസ്തബിഹ, പരസ്പരം സദൃശമായതും, വഗൈറ മുതശാബിഹ്, എന്നാൽ വ്യതിരക്തമായതും പരസ്പരം വ്യതിരക്തമായതും പരസ്പരം സാദൃശ്യമായതും അല്ലാത്ത ഒന്നാണ്. രണ്ട് നിലക്കാണ് വിശദീകരിക്കുക. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, നിങ്ങൾ ആ ഫലങ്ങളിലേക്ക് നോക്കൂ. എപ്പോ ഇദാ അസ്മറ, അത് കായ്ക്കുമ്പോൾ, ഉവയ്യനഴി, അങ്ങനെ അത് പാകമാകുന്ന സമയത്തും നിങ്ങൾ അതിലേക്കൊന്ന് നോക്കൂ എന്ന് പറഞ്ഞാൽ ആ പഴങ്ങൾ അതിങ്ങനെ കായ്ച്ച് പഴുത്ത് അതല്ലെങ്കിൽ പാകമായി നമ്മൾ ഉപയോഗിക്കാനുള്ളൊരു പാകാക, ആ സമയത്ത് നിങ്ങൾ അതിലേക്കൊന്ന് നോക്കൂ എന്ന് പറഞ്ഞാൽ ചിന്തിക്കണം അതിനെ പറ്റിയും. ഇന്ന ഫീ ദാലികും ലആയാതിൻ ലിഖൗമി യുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങളായ ഒരു ജനതയ്ക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. അവിടെ മുഅ്മിനീങ്ങളായ ഒരു വിഭാഗത്തിനെന്ന് പറയാൻ കാരണം, അല്ലാത്തവര് സംഗതി പഴങ്ങളിൽ ഇതിലൊക്കെ അത്ഭുതമുണ്ടെന്ന് ഒരു സമ്മതിക്കും, എല്ലാ കാര്യങ്ങളിലും അത്ഭുതമുണ്ടെന്ന് ഒരു സമ്മതിക്കും. പക്ഷേ അതിപ്പോ അള്ളാന്റെ സൃഷ്ടിയാണ്, ആ നിലക്കൊരു ചിന്തിക്കൂല. അപ്പൊ ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഈമാനുള്ള ആളുകൾ അവരെന്ത് ചെയ്യും? പടച്ചോനെ ഇതൊക്കെ റബ്ബിന്റെ ഒരു വലിയൊരു കുദറത്താണല്ലോ എന്ന് അവർ ശരിക്കും എന്ത് ചെയ്യും? ആലോചിക്കും. ആ കുദറത്തിനെ പറ്റി അവർ ശരിക്കും ആലോചിക്കും, കൃത്യമായിട്ട് ആലോചിക്കും. എന്നിട്ട് അതിൽ അള്ളാഹുവിന്റെ ഏകത്വം അവർ മനസ്സിലാക്കും, തൗഹീദ് അവർ മനസ്സിലാക്കും. അതാണ് ഈ ആയത്തിൽ പറയുന്നത്. ആദ്യം അള്ളാഹു പറയുന്നത് മഴയെ പറ്റിയാണ്. നമുക്കറിയാം, ഓരോന്നിനും അള്ളാഹു തആല ഓരോ സബബുകൾ ഉണ്ടാവും. സബബുകൾ ഇല്ലാതെ അള്ളാഹ്ക്ക് കഴിയും എന്നതാണ് പുരുഷ ബീജമില്ലാതെ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു ജന്മം നൽകിയത്. എന്നതുപോലെ സാധാരണ അള്ളാഹു തആല കണക്കാക്കിയാണ് മഴ വഴി അള്ളാഹു തആല സസ്യലതാദികളെ ഭൂവിഭവങ്ങളെ മുഴുവനും മുളപ്പിക്കുന്ന. അങ്ങനെയാണ് വെള്ളം. നായി തന്നെ നോക്കുങ്ങൾ അതിൻ്റെ ആ ഭിന്ന രീതിയിലുള്ള അവസ്ഥ. മഴ അല്ലാഹു തആല വെള്ളം ഒരേപോലെയാണ് കൊടുക്കുന്നത്. പക്ഷേ അതില് ആ മഴ കാരണം മുളച്ചു വരുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെള്ളം എല്ലാത്തിനും ആവശ്യമാണ്. ഇപ്പൊ നമ്മള് കോൺക്രീറ്റിന്റെ ഒക്കെ സന്ദർഭത്തിൽ സ്ലാബുകളും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ അതിനൊക്കെ വെള്ളം അത്യന്താപേക്ഷിതമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അതിന്റെ അളവിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടാവും. അപ്പൊ എന്തായിരുന്നാലും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ആ അനുഗ്രഹത്തെ പറ്റി പറഞ്ഞിട്ട് ഫഅഖ്റജ്നാ ബിഹി നബാത കുല്ലി ശൈ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ചെടികളെ, സസ്യങ്ങളെ നാം അതിൽ നിന്ന് മുളപ്പിച്ചു. അത് മുള പൊട്ടിച്ചു എന്നാണ്. ഫഅഖ്റജ്നാ മിൻഹു ഖദിറാ, എന്നിട്ട് പച്ച ചെടികൾ അതിൽ നിന്ന് കൊണ്ടുവന്നു. ധാന്യങ്ങളൊക്കെ ഇങ്ങനെ മുളച്ച് പിന്നെ അതിനെങ്ങനെ നമ്മൾക്ക് നോക്കിയാൽ അറിയാം വേരടിയിലേക്ക് പോകുന്നു, അതിന് മുകൾ ഭാഗം പൊട്ടുന്നു, സൂചിമുള എന്ന് പറയും. പിന്നെ അതിങ്ങനെ അതിൻ്റെ ആ കൂമ്പുണ്ടാവും, അതങ്ങനെ പുറത്ത് വന്ന് നമ്മൾ വലിയ ഓലയൊക്കെ നോക്കി ഞങ്ങൾ അതിൻ്റെ ആദ്യ ഘട്ടം നോക്കും, എന്തോ ഒരു ചൊറുക്കാണ്. അതിന് ഒരു തെങ്ങ് വെട്ടിയിട്ട് ആ തെങ്ങിൻ്റെ തലപ്പൊക്കെ ഒന്ന് നോക്കണം. അതിലേക്കൊക്കെ നമ്മളിങ്ങനെ ആക്കിയാൽ ആ ഓല, ആ ഈർക്കിലിയുടെ അതിൻ്റെ ആദ്യ ഘട്ടം, അതിലൊക്കെ അതിൻ്റെ കാണാനുള്ള സൗന്ദര്യം എന്താണ്, അതിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോ പച്ച ചെടികളെ പിന്നീട് അതിൽ നിന്ന് കൊണ്ടുവരുന്നു. മാത്രമല്ല നുഖ്രിജു മിൻഹു ഹബ്ബൻ മുതറാകിബ,
ഇടതൂർന്ന് നിൽക്കുന്ന ധാന്യങ്ങളെ, അതായത് അടുക്കടുക്കായി വെച്ചത്. അപ്പൊ നമ്മളിപ്പോ ഈ പച്ച ഈത്തപ്പഴമൊക്കെ വരുന്നുണ്ടല്ലോ നിങ്ങൾ, നമ്മളവിടെ കൊലകളിലായിട്ട് വരേണ്ടതുണ്ടല്ലോ, മഞ്ഞ കളറിലും ചുവപ്പ് കളറിലൊക്കെ, അതിങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ. അതുപോലെ നെൽക്കതിരുകൾ നോക്കുങ്ങൾ, ധാന്യങ്ങൾ നിൽക്കുന്നത് അതിങ്ങനെ അടുക്കടുക്കായിട്ട്, ഗോതമ്പാകട്ടെ നെല്ലാകട്ടെ അതൊക്കെ ആ ഒരു രൂപത്തിലാണ്. നമ്മൾ അതിലേക്ക് തന്നെ ഇങ്ങനെ ചിന്തിക്കണം. തേങ്ങാക്കുലയും നമുക്കങ്ങനെ കാണാൻ കഴിയും, അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ അടുക്കടുക്കായിട്ട് നിൽക്കുന്നത്. ഇതാണ് മുത്തറാക്കിബ് എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേക ഇവിടെ അല്ലാഹു തആല മൊത്തത്തിൽ ഒന്നായിട്ട് പറഞ്ഞിട്ട് ഇവിടെ പിന്നെ പറയുന്നത് എന്താ അറിയോ? വമിനൻ നഖ്ലി മിൻ തുൽഇഹാ ഖിൻവാനുൻ ദാനിയ. ഈന്തപ്പനകള് അതിന്റെ കൊലയിൽ, അതിന്റെ കൊതുമ്പുകളിൽ അതിന്റെ കൊലകൾ തൂങ്ങി നിൽക്കുന്നു. അങ്ങനെയുള്ള ഈന്തപ്പനകളെ നാം പഠിച്ചു. ഇവിടെ ഒരുപാട് വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. ഈന്തപ്പനയെ അല്ലാഹു തആല പ്രത്യേകം പരാമർശിക്കാനുള്ള കാരണം അതിൽ അല്ലാഹു തആല ഒരു പ്രത്യേകം ബർക്കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ്. നമ്മളൊക്കെ ഇപ്പൊ നോമ്പ് പിന്നെ തുറക്കാൻ ഈത്തപ്പഴം സുന്നത്തെടുക്കുക എന്ന് പറയുമ്പോൾ ചിലരൊക്കെ പറയാം അതിനെന്ത് ഹിക്മത്തുള്ളത്, അവരുടെ മുഖ്യ ആഹാരം ആയതുകൊണ്ടല്ലേ? അത് അല്ല, അത് അല്ലാഹു തആല അതുകൊണ്ടാണ് മുഖ്യ ആഹാരമാക്കിയത്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കണം. അറബി ഭാഷയെ പറ്റി പറഞ്ഞമാർക്കാണ്. ഖബറിലെ ഭാഷ അതാണ്, ഖുർആന്റെ ഭാഷ അതാണ്. അതിപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബി ആയതുകൊണ്ട് അങ്ങനെ ആയതല്ലേ? എന്റെ അള്ളാഹുവിനിക്ക് തന്റെ അന്ത്യപ്രവാചകനെ നമ്മളെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. എനിക്ക് തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ കർണാടകയിൽ നിന്നോ മഹാരാഷ്ട്രയിൽ നിന്നോ ഇങ്ങനെയൊക്കെ ആകാമായിരുന്നല്ലോ. അങ്ങനെ മലയാളോ തമിഴോ തെലുങ്കോ കന്നഡയോ ഒക്കെ ആക്കാമായിരുന്നു. ഷൈമെന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്ന് അറബി ഭാഷയ്ക്ക്? അതതിന്റെ പ്രത്യേകത കൊണ്ടാണ്. അപ്പൊ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി. എന്നതുപോലെ നമ്മൾ ഈ ഈത്തപ്പഴം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതിപ്പോ നമ്മളിപ്പോ ഡോക്ടർമാരോട് ആത്മാർത്ഥമായിട്ട് ഒരു പറയുകയാണെങ്കിൽ നിഷ്കളങ്കമായിട്ട് എന്ന് പറഞ്ഞാല് അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഓൽക്ക് വെറുതെ ഒരു പേര് കിട്ടണ്ട എന്ന് കരുതിയാൽ നടക്കൂല. അല്ലാന്നുണ്ടെങ്കിൽ കാരിയായ വയറ്റിലേക്ക് ആദ്യം ഈത്തപ്പഴം എത്തുമ്പോൾ അതുകൊണ്ടുള്ള നേട്ടം ഒരു പറഞ്ഞുതരും, ഡോക്ടർമാർ പറഞ്ഞുതരും. കാലിയായ വയറ്റിലേക്ക് നമ്മൾ ഈ പൊരിക്കടികൾ മാത്രം ചെന്നുള്ള അപകടം പോലെ പറഞ്ഞുതരും. ആദ്യം ഈത്തപ്പഴം എത്തിയതുകൊണ്ടുള്ള നേട്ടം. ഇനി അത് മാത്രല്ല, നോക്കുങ്ങള് ഈത്തപ്പഴം ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും, അറബ് ലോകത്തുനിന്ന് പ്രത്യേകത പോകുന്നുണ്ട്. മദീനയിലെ ഈത്തപ്പഴത്തിന് പ്രത്യേകത ഉണ്ട്. അതിൽ അജുവക്ക് പ്രത്യേകത ഉണ്ട്. ഒരു ദിവസം 7 അജുവ ഒരാൾ കഴിക്കുകയാണെങ്കിൽ അവന് സിഹർ ബാധിക്കൂല, വിഷബാധ ഏൽക്കൂല എന്നുള്ള സ്വഹീഹായ ഹദീസാ, അതൊന്നും സംശയമില്ല. അജുവെന്നിപ്പോ എല്ലാ ദിവസവും 7 എണ്ണം തിന്നാൻ കഴിയൂല. നമ്മളൊക്കെ തിന്നാൻ കഴിയാല്ല, സാധനം വാങ്ങാൻ കഴിയൂല. അതൊക്കെ നമ്മളിപ്പോ അവിടുന്ന് അജുവൊക്കെ വരുത്തുകയാണെങ്കിൽ സാധനമൊക്കെ കിട്ടും. പക്ഷെ നമ്മളെ വലിയ 10 ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ മാത്രം ഏണ്ടം നിന്ന് സിഹർ ബാധിക്കാതെ ഇങ്ങനെ വിഷബാധ ഏൽക്കാതെ സുഖമായിട്ട് നിൽക്കാൻ തൽക്കാലം വീട്ടിലുള്ളവർ സമ്മതിക്കൂല. എവിടുന്നേലും തേളിനെ കൊടുത്ത് നീർത്തിക്കിട്ട് പോലെ, അല്ലെങ്കിൽ ഓർക്കും കൊടുക്കേണ്ടി വരും. അപ്പൊ എല്ലാ ദിവസവും 10 ആൾക്കാരുണ്ടെങ്കിൽ 7 എണ്ണം വേണം. ഒരു ദിവസം 2 ദിവസമൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ നോക്കാം, പിന്നെ നടക്കൂല. അപ്പൊ നമ്മളെ കൊണ്ട് കയ്യില. പക്ഷെ അത് വളരെ പ്രധാനമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഈത്തപ്പഴം, പിന്നെ ഈ സ്ത്രീകൾക്ക് അതുകൊണ്ട് പ്രത്യേക ഒരു നേട്ടം, പ്രത്യേകിച്ച് പ്രസവത്തിന്റെ ഉടനെ സ്ത്രീകൾക്ക് അതുകൊണ്ട് വലിയ നേട്ടമുണ്ട് എന്ന് പറയാനുള്ള കാരണം, അതെങ്ങനെ വരാൻ കാരണം എന്ന് പറയുന്നത് ഞാൻ അതിനൊന്നും അടിസ്ഥാനമില്ലാന്ന് കരുതിയുണ്ട്. ഇനിയിപ്പോ വല്ലാതെ അതിനെ പറ്റി പറഞ്ഞാൽ ഈത്തപ്പലയിലെ ലേഹം കൊണ്ടൊരു കളിയെ കാണാം. കാരണം സഹോദരിമാരിത് കേൾക്കേണ്ട 10ാം ക്ലാസ് എന്ന് പറഞ്ഞു പറയും. അങ്ങനെ എന്ത് ചെയ്തു മക്കൾക്കും മരക്കൊക്കെ നല്ല കാര്യമാണ്. എന്താ കാരണം എന്നറിയോ? അതിപ്പോ അങ്ങനെ തന്നെ. ഇപ്പൊ നമ്മളിപ്പോ ഈ പിന്നെ ആമിന റളിയല്ലാഹു അൻഹക്ക് ഒരു ലേഹം ഉണ്ടാക്കി കൊടുത്തിനത്രേ. അതാണെന്ന് അറബ് ലോകത്ത് അറിയപ്പെട്ട പിന്നെ നഷീദ, തൊമിന എന്നൊക്കെ പേരിൽ ഇന്നും അറബ് രാജ്യങ്ങളിൽ പ്രചാരം നേടിയ ചിലതുണ്ട്. റബീഉൽ അവ്വൽ 12-ന് വിതരണം ചെയ്യുന്ന ചിലത്. അത് അന്ന് ആമിന റളിയല്ലാഹു അൻഹയുടെ ബന്ധുക്കള് പിന്നെ കൊടുത്ത ഒരു ലേഹ്യ മോഡലാണ്. അതിൽ കുറെ ചേരുവകൾ ഉണ്ടായിരുന്നു.
അത് ചരിത്രത്തിൽ നിന്ന് വായിച്ചാണെന്ന് പിന്നെ യമന്, അതുപോലെ തന്നെ ടുണീഷ്യ, അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇന്നും എന്തുണ്ട്, അത് നിലവിലുണ്ട്. അറബ് ലോകങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. എന്നതുപോലെ ഈ ഈത്തപ്പഴത്തോട് ബന്ധപ്പെട്ടത് അത് മറിയം റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതായത് മറിയം റളിയല്ലാഹു അൻഹ അവർക്ക് പ്രസവവേദന വരുന്ന സമയത്ത് അവരെന്ത് ചെയ്തു, തൊട്ടടുത്ത പിന്നെ ആ റൂം, അതും അള്ളാന്റെ ഒരു സന്ദേശമാണല്ലോ, അല്ലെങ്കിൽ അവർക്ക് അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു. അവരെന്ത് ചെയ്തു, അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് ഒരല്പം ദൂരെ അവർ പോയിട്ട് ഒരു ഉണങ്ങിയ ഈന്തപ്പനയുടെ മരട്ടാണ് അവർ പോയത്, അറിയാറില്ല. അങ്ങനെ അവിടെ പോയി നിന്നു. ഭയങ്കര പ്രയാസമായി, വേദന വരാൻ തുടങ്ങി, പ്രസവിക്കാൻ പോവാണ്, സഹായിക്കാൻ ആരുമില്ല. അപ്പൊ അവരിങ്ങനെ നിൽക്കുക. ഒരു ഉയർന്ന സ്ഥലത്ത് ഒരു ഈന്തപ്പനുണ്ട്, അതാണ് ഈ ആകെ ഉണങ്ങി നിൽക്കുകയാണ്. അതിന്റെ താഴെയാണ് അവിടെ എത്തിപ്പെട്ടത്. പറ്റിയൊരു സ്ഥലം കണ്ട് അതിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു നമ്മള് പിന്നെ ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ ചെറിയ തോട് അറിയാം, വെള്ളമൊക്കെ വറ്റി അങ്ങനെ ഉണ്ടോ എന്ന പോലെ വെള്ളം ഒഴുകുന്ന ഒരു തോട്. പക്ഷെ അവിടെ വെള്ളമൊന്നുമില്ല, വറ്റി കിടക്കുകയാണ്. അതും അവർ കണ്ടു. ഭയങ്കര ആശങ്ക. ഹെൽപ്പ് ചെയ്യാൻ ഒരാളില്ല. മറ്റൊന്ന് പ്രസവം നടന്നാൽ കുളിക്കാനും കുളിപ്പിക്കാനും വെള്ളമില്ല, ഭക്ഷണം കയ്യിലൊന്നുമില്ല. അല്ലാഹു തആല ഖുർആനിലെ കഥ പറയുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ മറിയം റളിയല്ലാഹു അൻഹയുടെ ആ മാനസിക വിഷമം കാരണം ഖുർആൻ പറയുന്നുണ്ട്, അവർ പറഞ്ഞത്രേ, ഖാലത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. അല്ലാഹു എടുത്തു പറയാണ്, പടച്ചോനെ, ഞാൻ ഇതിനു മുമ്പാണ് മരിക്കുകയായിരുന്നു നല്ലത്. കാരണം ഒരുപാട് വിഷമമുണ്ട്, മാനസികമായിട്ട് വലിയ പ്രയാസം. എന്താ വെച്ചാൽ ഈ ജനങ്ങളുടെ അരികിലെത്തുമ്പോൾ ആകെ വിവാദീകരണം. ഈ കുട്ടി ആരുതാണ്, എങ്ങനെ എനിക്കൊരു കുട്ടി ഉണ്ടായത്, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, ആ ഒരു അലമ്പ് ആലോചിക്കുന്നുണ്ട്. പിന്നെ സഹായിക്കാൻ ആരുമില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോ അവര് പറയാം, ഞാനിതിന്റെ മുമ്പ് മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നിട്ടോ വകുന്തു നസിയം മൻസിയ, ഞാൻ ആകെ വിസ്മരിക്കപ്പെടുക, എന്റെ കാര്യം എല്ലാവരും മറന്നു പോകുന്നൊരവസ്ഥ. ചർച്ച തന്നെ ഉണ്ടായത്, എത്ര നന്നായിരുന്നു. അപ്പോ അള്ളാഹു പറയണം, പുൽകളുടെ വിഷമം ഭക്ഷണമില്ല എന്നുള്ളതാണല്ലോ. അള്ളാഹു താലാക്ക് വേണമെങ്കിൽ അവർക്ക് മാംസോ ധാന്യോ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള ഭക്ഷണം കൊടുക്കാമായിരുന്നു. പ്രത്യേകിച്ച് പിന്നെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയം ബീവിയുടെ റൂമിലേക്ക് ബൈത്തുൽ മുഖദ്ദസിൽ ചെല്ലുമ്പോൾ അവരുണ്ടാവും മുന്തിരി എന്ന്. അപ്പൊ ചോദിക്കും, ഇത് എവിടുന്ന് കിട്ടി മറിയം? അത് അള്ളാഹു നേരിട്ട് തന്നാണ്. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഭക്ഷണം എന്നതുപോലെ ഇനിയിപ്പോ പ്രസവാനന്തരം കൊടുക്കാമായിരുന്നു. അവിടെ ഏതാ കൊടുത്തത് നോക്കൂ നിങ്ങള്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹു വിളിക്കാണ്, ഫനാദാഹ, അപ്പോൾ നാം അവരെ വിളിച്ചു, മിൻ തഹ്തിഹ, അവരുടെ താഴ്ഭാഗത്ത് നിന്ന്. അതായത് ഒരു അശരീരി ഇവര് കേൾക്കുകയാണ്. എന്താണത്? അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ. മറിയം, ദുഃഖിക്കണ്ട, അങ്ങയുടെ താഴ്ഭാഗത്ത് അങ്ങേക്ക് നാം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഒഴുകുന്ന അരുവി നൽകിയിട്ടുണ്ട്. ഒന്ന് നോക്കുക. നോക്കുമ്പോ നേരത്തെ വറ്റിക്കിടക്കുന്ന ആ തോട്ടിലൂടെ നല്ല വെള്ളം അങ്ങനെ കളകള ഒഴുകുകയാണ്. വെള്ളമായല്ലോ, എൻ്റെ പ്രസവിച്ചു കുളിക്കണം, കുട്ടിയെ കുളിപ്പിക്കണം, വെള്ളമില്ലായിരുന്നു. അപ്പോഴാ അശരീരി, അതാ വെള്ളം. അതിൽ അത്ഭുതപ്പെട്ടു പോയത്, സ്വപ്ന തോന്നിപ്പോ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. ഇനിയിപ്പോ തിന്നാനൊന്നുമില്ലല്ലോ അല്ലേ? അവിടെയാണ് നമ്മളെ പോയിന്റ്. ആ ഉണങ്ങിയ ഈന്തപ്പനയെ അങ്ങയിലേക്കൊന്ന് കൂട്ടിയിട്ടൊന്ന് കുലുക്കൂ. ആ ഉണങ്ങിയ ഈന്തപ്പന മരത്തെ ഒന്ന് പിടിച്ച് ചേർത്ത് പിടിച്ചിട്ടൊന്നാണ് കുലുക്കി കളിയാണ്. മൂത്ത് പഴുത്ത് പാകമായ ഈത്തപ്പഴത്തെ അത് വീഴ്ത്തി കളയുന്നതാണ്. നോക്കുമ്പോ ഇത് ഉണങ്ങി കിടക്കാണല്ലോ. ആ നിമിഷം അവരെന്ത് ചെയ്തു, മറിയം ബീവി റളിയല്ലാഹു അൻഹ അതിന് പിടിച്ചിട്ട് തന്നോട് ചേർത്തിന് പിടിച്ചിട്ടാണ് കുലുക്കി. നമ്മളെല്ലാം പറ്റി പിടിച്ച് കണ്ടൊരു കുലുക്കല്, അങ്ങനെ ഒരു കുലുക്കലാണ് കുലുക്കിയതാണ്. അതില് പിന്നെ കാണുന്ന എന്താ വെച്ചാൽ നല്ല മൂത്തുപടുത്ത നല്ല ഈത്തപ്പഴം ഇങ്ങനെ കൊഴിഞ്ഞാടാണ്. അപ്പോ വലിയ സന്തോഷമായി. പിന്നെ ഇങ്ങനെ പറഞ്ഞു, ഫകുലി വശ്റബി, തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ. വഖർരി ഐനാ, കുട്ടിയെ നോക്കിയിട്ട് കണ്ണിന് കുളിർമ വരുത്തിക്കോളൂ.
അതാ അങ്ങനത്തെ കുട്ടികളെ കിട്ടാനാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മളോട് ഫുർഖാൻ സൂറത്തിൽ ദ്വാരക്കാൻ പറഞ്ഞത്. എപ്പോഴും പറയല്ലോ, കണ്ണിന് കുളിർമുള്ള ആനന്ദം പകരുന്ന മക്കളെ തരണേന്ന് ദ്വാരക്കാൻ മറിയം ബീവിയോട് അള്ളാഹു പറയാണ് വഖർറിയായിന. അതൊക്കെ ഇന്നിപ്പോ ആ ദ്വാരക്കൊക്കെ വലിയ ഇത് വരികയാണ്. നമ്മളിപ്പോ മക്കൾക്ക് നമ്മളെ കുട്ടികൾക്കൊക്കെ നമ്മൾ ദീനിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, നല്ലോണം ദ്വാരക്കും വേണം. അവർക്ക് ഹിദായത്ത് കിട്ടാൻ ദ്വാരന്നാൽ മാത്രം പോരാ, അവർക്ക് വഴി കാണിച്ചു കൊടുക്കും. രണ്ടും വേണം. അതിൻ്റെ ചില കമ്മികളായിരിക്കും നമ്മുടെ വാർത്തകളിൽ ഇങ്ങനെ കുട്ടികളോട് ബന്ധപ്പെട്ട് കേൾക്കാൻ പറ്റാത്ത വാർത്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക. ഭയങ്കര സങ്കടകരമായതാണ് കേൾക്കുന്നത് മുഴുവൻ. ഇപ്പൊ ചിലർ ചോദിക്കുക, സമുദായം എവിടെയാണ്, ഉസ്താദുമാരെവിടെയാണ്, ആരാ അതിന്റെ ഉത്തരവാദികൾ? ഈ പറയുന്ന പോലൊക്കെ തന്നെ ഇതിന്റെ ഉത്തരവാദികൾ. മതം വേണ്ടാന്ന് പറയേണ്ടവര് കുറെ, മതം വേണ്ട, ഈ മതം വേണ്ട എന്നൊക്കെ പറയുമ്പോൾ തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഉള്ളുന്നൊരു കാളിച്ചണ വരണം, അത് മുന്നിൽ ഒരു ദുരന്തം വരുന്നുണ്ട് എന്ന് അപ്പോഴാണ് ഈ ഒരു പേടി വരിക, അപ്പോഴാണ് മുൻകരുതലുണ്ടാകുക. അതില്ലാതെ പോവുകയാണ്. ഓരോരുത്തരും അവരവരുടെ ചോയ്സ് അനുസരിച്ച് എങ്ങനെ ജീവിക്കാം എന്ന് പറയുമ്പോൾ ആണ് സുഹൃത്ത് പെണ്ണ് സുഹൃത്ത് എന്ന് തിരിച്ചും മറിച്ചും പറയാൻ ഇന്ന് മടിയില്ലാത്തൊരു കാലമാണല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും. +2 പഠിക്കുന്ന കുട്ടി ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ദിവസം വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ ഇരുചക്ര വാഹനത്തിന്റെ ബാക്കിൽ അവന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോ ഉമ്മ ചോദിക്കുകയാണ്, ഉമ്മാനോട് മകൻ തമാശക്ക് പറയാണ്, ഒരു സർപ്രൈസ് ഉണ്ട് ഉമ്മ. ഉമ്മ ചോദിക്കുക, ഇതാരാണ്? ഇതിന്റെ കൂടെ എന്റെ ഫ്രണ്ടാണ്, ഇതിന്റെ കൂടെ പഠിക്കുന്നതാണ്. അപ്പോ ഉമ്മക്ക് ഇതിന്റെ കഥയൊന്നും അറിയില്ല, ഗൗരവം അറിയാതെ ഉമ്മ ചോദിക്കാണ്, എന്റെ പേര് ആരക്കടി ഉള്ളത്, വല്യമ്മ ഉണ്ടാവും, വല്യമ്മ കൂട്ടം വർത്തനൊക്കെ ചോദിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് എന്നാ പോയിക്കോളെ, കരുതി പോണട്ടോ മോട്ടോർ സൈക്കിൾ മേലെ. ഓന്റെ കാമുകിയാണ്. ഇനി ഓള് പെരി എന്ന് പറയാണ്, ഞാനിന്ന് ഭക്ഷണം കഴിക്കാൻ ഇന്ന ആളെ വീട്ടിലേക്കാ പോയിരുന്നത് ഉമ്മ. അവിടെ ആരൊക്കെയുള്ള ഓലെ പേരെങ്ങനെയുണ്ട്, അപ്പൊ അതിന്റെ മാർബിൾ എങ്ങനെയാണെന്നുള്ളതാണ് അവിടുത്തെ ഉമ്മക്ക് അറിയേണ്ടത്. ഞാൻ തമാശ പറയല്ല, ഇതൊക്കെയാണ് ഇന്ന് നടക്കുന്നത്. പെൺകുട്ടികൾ ഹോർന്നൊരു ഇറക്കാണ് എങ്ങനെയും പരിചയപ്പെട്ടത്. അതാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ. വെട്ടിയാണ് പൊളിച്ചാണ്ടില്ല ഞങ്ങള് തലല്ലാത്ത വാർത്ത എവിടെയും കുഴപ്പമില്ല. എന്റെയൊക്കെ ശരിയായ ഫോട്ടോ കണ്ടാണ്ടല്ലോ നമുക്കിന് ഭക്ഷണം കഴിക്കാനും തോന്നൂല. ആ രൂപത്തിലാണ് തല വികൃതമാക്കിയുണ്ട്, മുഖവും ശിരസും. നമ്മൾ ഈ കല്ലാച്ചി അബ്ദുൽ ഹമീദ് പറഞ്ഞ ആള് 5 ആളെ കൊന്നതിന്റെ ശേഷം പിന്നെ നമ്മള് 6 ആളെ ഒരു വീട്ടിൽ കൊന്നതിന്റെ ശേഷം അതിന് സമാനമായ ഒന്ന് പിന്നെ നമ്മൾ കേട്ടിട്ടില്ലായിരുന്നു. 10 പതിറ്റാണ്ടുകൾക്ക് ശേഷം നോക്കൂ പിന്നെ നമ്മൾ കേട്ടു. അന്നതൊക്കെ വലിയ വാർത്തയാണ്. സർവ്വ മിഹ്റാബ് എന്ന് പറയാൻ വന്നിണ്ടെന്ന്. ഇന്നിപ്പോ ഒന്നും വാർത്തല്ലാതെ 23കാരനാണ്. എന്താ നമ്മൾ പിന്നെ ഇതൊക്കെ നിൽക്കൂട്ടോ. ഇപ്പൊ ഇന്നലെ കണ്ടില്ല, താമരശ്ശേരി ഒരു കുട്ടി മരിച്ചു. മറ്റു 10ാം ക്ലാസ്സിലെ കുട്ടിയാണ് മരിക്കുന്നത്. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് മർദ്ദിച്ചു കൊന്നത്. അടിപിടിയൊക്കെ കുട്ടികളാവുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ ഇത് മർമ്മം നോക്കി ആയുധം ഉപയോഗിച്ച് കുത്തുകയാണ്. അതൊക്കെ ഇപ്പൊ യൂട്യൂബിലൊക്കെ കിട്ടേ. മർമ്മം എവിടെയൊക്കെയാണ് എല്ലാം കിട്ടുമല്ലോ. ഇതൊക്കെ എന്തുകൊണ്ടാ നിങ്ങള് ഇത് നിൽക്കാൻ ഒറ്റ വഴിയുള്ളൂ. നമ്മളെ നിയമത്തിൽ വലിയൊരു മാറ്റം വേണം. ഒന്ന്, ഇപ്പൊ നമ്മൾ സ്കൂളാണെങ്കിൽ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ചില സാറുമാരുണ്ടാവും ഭയങ്കര സ്ട്രോങ് ആയിക്കാരം. അടക്കാപായത്തിന്റെ ഒരു കൊമ്പ് അല്ലെങ്കിൽ പുളിമരത്തിന്റെ നല്ല ചെറുവല്ലിന്റെ വണ്ണത്തിലുള്ള ഒന്ന്, അല്ലെങ്കിൽ നല്ല ചൂരല്. ചില സാറുമാര് അതിന്റെ സ്പെഷ്യലിസ്റ്റുകളായി കയറും. മറ്റു സാറുമാര് പറയും, മറ്റേ സാറെ വിളിച്ചണോ, വേണ്ട 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 വേണ്ട, ഞങ്ങളെ സ്കൂളിൽ നിന്ന് സുകുമാരമാസം നല്ലോണം കിട്ടീന. രണ്ട് കുട്ടികൾക്കൊക്കെ പേടിയാണ്. നല്ല പിന്നെ ഇതുണ്ടെങ്കിലേ നമ്മൾ ലാരന്റെ കീപ്പടെ പല ചാതിരെ തോലാണ് പൊളിച്ചു നന്നാ ഏത് വീരാന്തന്മാരും ഓർമ്മ. ഈ കുട്ടികളൊക്കെ നന്നാകെ ഒറ്റ വഴിയുള്ളൂ, എല്ല് പൊട്ടരുത്, വേദനിക്കുമാണ്. അതിനുള്ളൊരു സ്വാതന്ത്ര്യം ആണ് കിട്ടിയാല് ഈ കുട്ടികളൊക്കെ നന്നാവും. വെറുതെ പറയാ, ഇത് ഇവരിങ്ങട്ട് ആര് രാജാക്കന്മാരായി കുട്ടികളെ ഒലിക്കൊന്നും പ്രശ്നമില്ല.
ഞാൻ അങ്ങനെ ആലോചിക്കാം, നിയമമൊക്കെ അടിച്ചു വാർക്കണം. ഇപ്പോഴും നോക്കൂ, ഈ കുട്ടിനെ കൊന്നു, ആ കുട്ടി മരിച്ചു, ആ കുട്ടിന്റെ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു, എത്ര പ്രതീക്ഷ ഉണ്ടാവും. എന്താ അടുത്തൊക്കെ ബഹളങ്ങൾ. നിസ്കാരത്തിൽ ആ പിതാവ് കഴിഞ്ഞു കൂടുന്നു. വേറെ ചർച്ച എന്താ? ഓൽക്ക് ഇനി പരീക്ഷ ഓലെ എങ്ങനെ എഴുതിക്കേണ്ടതെന്ന ചർച്ച. എന്ത് പരീക്ഷ? ഓരോ ജീവിതം അതോടുകൂടെ അവസാനിക്കണം, എന്നാലേ ഇനി വരുന്ന തലമുറ അത് ശ്രദ്ധിക്കൊള്ളാം. ഓലെ ഇങ്ങനെ പാല് കൂട്ടിയിട്ട്, കുട്ടികളല്ലല്ലത്, പ്രായപൂർത്തിയായാലുള്ളതൊക്കെ. അതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ആർക്കും ആരെയും ഒരു പേടിയില്ല, എന്തോ ആകാ കുട്ടികളാവുമ്പോ ഉള്ളതല്ല. വല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത്. കറിഞ്ഞൂടാ ഇതൊക്കെ എവിടെ ചെന്നാണ് അവസാനിക്കുക. ഒന്നും ഒരു തീരെ ഒരു സമാധാനമില്ലല്ലേ? കുട്ടികളില്ലാത്ത എത്രക്കാനും ആളുകൾ കുട്ടികളുണ്ടാകുന്ന വരക്കുണ്ട്. കുട്ടികളുള്ള ചിലര് കുട്ടികളെ കൊണ്ട് ഇടങ്ങാറായിട്ട് ഇനി എന്താ കാട്ടുക എന്നുള്ളൊരു അവസ്ഥ. മക്കളെ കൊണ്ട് മക്കൾ മരിക്കാൻ ദ്വാരുന്ന കുറ്റുണ്ടാവും. അതുവരെ ചോദിച്ച വാപ്പട്ട എന്റെ മകൻ മരിക്കാൻ അത്രക്കും ഇടങ്ങാറിയിക്കണോ അവനെ കൊണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇതാണ് ഇപ്പൊ ഇന്നത്തെ. അപ്പോ വെറുതെ അല്ലല്ലേ നമ്മളെ ഫുർഖാൻ സൂറത്തിൽ ദ്വാരക്കാൻ പറഞ്ഞില്ലേ, റബ്ബനാ ഹബ് മിൻ അസ്വാജിനാ വദുർറിയ്യാതിനാ ഖുർറത അയ്യുൻ. പടച്ചോനെ, ഇണകളിലും മക്കളിലും കണ്ണിന് ആനന്ദം പകരുന്നത് നൽകണേ. ഇപ്പൊ ഈ കൊന്ന കുട്ടികളെ മാതാപിതാക്കളെ അവസ്ഥ ആലോചിച്ചു. കണ്ണിൽ ഇരുട്ട് കയറുള്ള ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോ അല്ലെ, കുട്ടികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറയുമ്പോ ഈ വാർത്ത കേൾക്കുമ്പോ കണ്ണിൽ ഇരുട്ട് കയറുള്ള ഒരു സമാധാനമില്ലല്ലോ. നിരപരാധികളായിട്ടാണ് ഈ പ്രശ്നം. വലുതിങ്ങനെ സംഭവിക്കുമ്പോഴാണ് പ്രശ്നം. ഇത് മറ്റുള്ള തെറ്റുകളെ പോലെയല്ല. ഈ വേറുള്ള പോലെ ആക്രമിക്കുക, അങ്ങനെ ഒരു ജീവൻ നഷ്ടപ്പെടുക, പൊരിയുക എന്നൊക്കെ പറയുമ്പോൾ അത് കാലാകാലത്തിനൊരു ശാപത്തിനും കാരണമാണ്. വേറുള്ള പോലല്ല. ഇപ്പൊ സ്വാഭാവികമായിട്ട് മാനുഷികമായിട്ട് ഇപ്പൊ ഒരു കുട്ടി ഒരു സാമ്പത്തിക തട്ടിപ്പെടുത്തി, അതുപോലല്ല. ഒരു ദ്രോഹം എന്ന് പറയുന്നത് അതിലേറെ ഗൗരവമുള്ളതാണ്. അതൊക്കെ പല പരിഹാരങ്ങളുണ്ട്. ആ പൈസ ഇപ്പം നാളൊരു കള്ളം കണ്ടില്ല, ഞങ്ങൾ മോട്ടോർ സൈക്കിൾ എടുത്തുകൊണ്ടേക്കാണ്ട് പിന്നെ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചുകൊണ്ട് കൊടുന്നച്ച് കണ്ടില്ലേ? അങ്ങനെയൊക്കെ ഉണ്ട് ചിലപ്പോഴത്തൊക്കെ. മോട്ടോർ സൈക്കിൾ കട്ടുണ്ടായതാണ്, പക്ഷെ ഓൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവിടെ കൊടുന്നച്ചു. പണ്ട് മാല കട്ടെടുത്തോണ്ട് അതേമാർക്ക് ഇങ്ങോട്ട് തിരിച്ചു കൊടുന്നെടുത്ത കള്ളനുണ്ട്. അതിലൊക്കെ അതൊക്കെ ഒരു വേറെ രീതി. ഇപ്പോൾ രേഖ സ്പേസ് കൊണ്ടുപോയതേക്കാരം, അതിൽ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു കുഴപ്പമില്ലാതെ കൊടുന്നച്ച് പൈസ മാത്രം എടുക്കേണ്ട ആൾക്കാരുണ്ട്. അതേപോലല്ലേ നമ്മൾ ഒരാളെ ദ്രോഹിക്കുക, ഒരാളെ നമ്മളെ ദ്രോഹം കാരണം അംഗവൈകല്യം സംഭവിക്കുക, അതിൽ വലിയ വ്യത്യാസം. അതൊക്കെ ഇസ്ലാമിന്റെ പാഠതാണ്. നമുക്കത് കൂടുതൽ പഠിക്കപ്പെടുന്ന കാര്യങ്ങള്. ഹമാസിന്റെ പോരാളികള് തടങ്കലിൽ പാർപ്പിച്ച ആളുകളെ വിട്ടപ്പോ അവരൊക്കെ എന്താ ചെയ്യണ്ടേ? ഈ ഹമാസിന്റെ ആ ഭടന്മാരുണ്ടല്ലോ, തോക്കേ നിൽക്കണ്ടേ, അവസാനം അവരെ നെറ്റിക്കൊരു മുത്തം കൊടുത്തിട്ടാണ് ഓല് ചെയ്യേണ്ടത്. പിന്നെ ഇസ്രായേലിനെ ഏൽപ്പിക്കുമ്പോൾ പോകുന്നത്. അതിനെന്താ നമ്മൾ മനസ്സിലാക്കണ്ടേ? മാത്രമല്ല, പോകുമ്പോ ഹമാസിന്റെ പോരാളികൾ അതിലുള്ള സഹോദരിമാർക്ക് ഓരോ സ്വർണ്ണമോതിരം കൊടുത്തിട്ടുണ്ട്. അതിലുള്ള പുരുഷന്മാര് ഈ പോരാളികളെ നെറ്റിയിൽ ഓരോ മുത്തം കൊടുത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഉയർത്തി കാണിച്ച് സ്നേഹത്തോടു കൂടെ പോകുന്നു. അതായത് അവര് പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു പ്രയാസത്തോടെ നേരിട്ടിട്ടില്ല, ഭക്ഷണത്തിൽ കഴിക്കുന്ന വിഷയത്തിൽ പോലും. നേരെ മറിച്ചോ, കഴിഞ്ഞ ആഴ്ച ഇസ്രായേല് പിന്നെ മോചിപ്പിച്ച ഫലസ്തീനികളുടെ അവസ്ഥ അധികം ചില ആളുകൾക്കൊന്നും കണ്ണ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അടിച്ചിട്ട്. ചില ആളുകളുടെ ശരീരമാസകരം മുറിവാണ്, നായനെ കൊണ്ട് കടിപ്പിച്ചാണ് അത്ര, മരുന്ന് കൊടുക്കാതെ. ശരീരമാസകലം വ്രണങ്ങള്. എന്താണ്? മൂർച്ചയേറിയ ആയുധം കൊണ്ട് ഇങ്ങനെ വരച്ചിട്ട് പ്രയാസപ്പെടുത്തിയത്, നായനെ കൊണ്ട് കടിപ്പിച്ചത്, വൈദ്യുതി ആഘാതമേൽപ്പിച്ചത്. അങ്ങനെ ആളങ്ങട്ട് കൊല്ലാതെ എന്നാ പിന്നൊരു ജീവിതം ഇല്ലാത്തൊരവസ്ഥയിൽ. ഇതാണ് നമ്മളും ജൂതന്മാരും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മളെ മതം അത്രക്കും നല്ല ഒരു മതമാണ്. മതത്തിന്റെ സന്ദേശം യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. അത് പഠിക്കാത്ത കുറെ ആളുകൾ, വളർന്നു വരുന്ന കുറെ കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്? ഒരാവേശത്തിന് ഇങ്ങനെയാണ് ചെയ്യുന്നത്. കുട്ടികളായതുകൊണ്ട് അത്രക്കുള്ള കഥയേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ അങ്ങനെ അടിക്കണം ഇങ്ങനെ അടിക്കണം എന്നൊക്കെ വോയിസ് കൂടെ ഉണ്ട്. കുറച്ച് കഥ ഉണ്ടെങ്കിൽ കൊല്ലാൻ കരുതിയോനതൊന്നും വോയിസും അക്കരെ ഏകായിട്ട് കിടക്കുകയാണ്.
ഇതൊന്നും മനസ്സിലാക്കാതെ തലച്ചോറിട്ടെങ്കിലല്ലോ. ഞാൻ പറയണ്ടെന്താ അറിയോ, കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും നമ്മൾ ഉപദേശം കൊടുക്കേണ്ടി വരും, പഴയമാർക്കല്ല. അങ്ങനെയല്ലോ, കുട്ടികൾക്ക് നമ്മളെ പെരിയിൽ നിന്ന് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അത് കച്ചറക്കൊന്നും പോയരുത്, കുടുങ്ങും. ഏതുപോലെ ഒരു കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെന്താ പറഞ്ഞു കൊടുക്കണ്ടേ, നമ്മളെ പെൺകുട്ടികൾക്ക് എന്താ പറഞ്ഞു കൊടുക്കണ്ടേ? ഒരു അന്യ വീട്ടിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ മോളെ ഇവിടുത്തെ അത്ര പിന്നെ സൗകര്യം അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അവിടുത്തെ അമ്മ പറഞ്ഞു കൊടുക്കണം, ഞാൻ അന്നെങ്ങനെ നോക്കുന്നത് പോലെ കഞ്ഞൊടിച്ചോ ചോറുന്നോ ചായ അടിച്ചോ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ അമ്മ ചോദിച്ചോളണമെന്നില്ല. പക്ഷേ നല്ല ക്ഷമ വേണം. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ? ചിലരെങ്ങനെ പറഞ്ഞു കൊടുക്കുക, എന്താപ്പാ തള്ളൻ്റെ അവസ്ഥ അറിയില്ല, അതിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അതൊരു ചൂടൻ തള്ളയെന്നാ തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പുതിയണ്ണിനോട് അവനാൻ്റെ കുട്ടികളെ കിട്ടിയപ്പോൾ പറഞ്ഞു കൊടുക്കുക. ഏതായാലും ഉമ്മാൻ്റെ കുട്ടി ഇങ്ങോട്ട് പറഞ്ഞാൽ നല്ലോണം പറഞ്ഞോണ്ട് 50 പവനാണ് ഇപ്പം എനിക്ക് തരേണ്ടത് എന്നുള്ള ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഇങ്ങനത്തെ ഉപദേശമൊക്കെ കൊടുക്കും. പിന്നെ കുട്ടി ഉണ്ടല്ലോ ആ ദമ്മില പോവുക, എന്നോട് എന്തേലും പറയട്ടെ. ഇതാണ് നമ്മളിടത്തുള്ള കഴിവുകളെ. നമ്മളിങ്ങനെ ഓവറായിട്ട് ഇതാക്കും. അല്ല, അങ്ങനെയല്ല വേണ്ടത്. ചിലതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. ജീവിതത്തിൽ അങ്ങനെ കുറേ കാര്യം എല്ലാവരും ഒരേപോലെ ആയിക്കൊള്ളുന്നില്ല. അങ്ങനെ നമ്മൾ കൊടുക്കേണ്ട ഉപദേശം പോലെ തന്നെയാണ് സഹോദര ഏതും നമ്മൾ കൊടുക്കേണ്ടത്. നമ്മളെ കുട്ടികളെ ഈ സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോഴേ ഇതിൻ്റെ ഗൗരവം അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഗൗരവം പറഞ്ഞു കൊടുക്കണം. ഏതായിരുന്നാലും റബ്ബിന്റെ ഒരു കാവലല്ലാതെ വേറെ ഈ വിഷയത്തിലില്ല. ഞാൻ മറിയം ബീവിയുടെ ആ സംഭവം പറഞ്ഞപ്പോൾ കറിയായിന എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. നല്ലോണം അള്ളാഹുവോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ മക്കളെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാ ദുരന്തങ്ങളെ തൊട്ടും അള്ളാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആമീൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഇവിടെ മറിയം റളിയല്ലാഹു അൻഹക്ക് അള്ളാഹു തആല ഈത്തപ്പഴമാണ് കൊടുത്തത്. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നു, പ്രസവിച്ചു കിടക്കുന്ന സഹോദരിമാർക്ക് ഈത്തപ്പഴം അല്ലെങ്കിൽ ഈന്തപ്പഴം കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങൾ അത് അവരുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ വരുന്നൊരു സംഗതിയാണ്. അപ്പൊ ഈത്തപ്പഴത്തിന്റെ ലേഹ്യം ഉണ്ടാക്കാനൊക്കെ ഇൻഷാല്ലാഹ് ഈ 99-ാമത്തെ ആയത്ത് രേഖയാണ് നടത്തും. അത് പ്രസവിച്ച് കിടക്കുന്നവരെ പ്രത്യേകം അത് തഫ്സീറുകളിൽ എടുത്തു പറയുന്നുണ്ട്. മറിയം സൂറത്തിൽ ഈ ആയത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഇനി വേറൊന്നും കൂടി അവിടെ കാണാതെ ഏതാണെന്നറിയോ, അപ്പൊ കഴിഞ്ഞു പോയ ചില പ്രവാചകന്മാര് നല്ലൊരു പോയിന്റ് മനസ്സിലായിക്കോളും. ഇതൊന്നും നമ്മളെ ഇവിടെ കേട്ടു അല്ലട്ടോ. ഇതൊക്കെ ശരിക്കും ആധികാരികമായി മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് സഫർജിലിനെ പറ്റി പറയുന്നു. സഫർജിലിനെ പറ്റി അത് വലിയൊരു പോയിന്റാണ്. അതായത് കഴിഞ്ഞു പോയ ഒരുപാട് പ്രവാചകന്മാര്, ആ പ്രവാചകന്മാർക്കുണ്ടാകുന്ന കുട്ടികളിൽ ചില വൈകല്യങ്ങൾ കണ്ടപ്പോ എന്ന് പറഞ്ഞാൽ തീരെ ഒരു കോലില്ലാത്ത രൂപത്തിൽ കുട്ടികൾ ജനിക്കുന്നൊരവസ്ഥ ഉണ്ടായപ്പോ ഒരുപാട് പ്രവാചകന്മാര് അള്ളാഹുവോട് ദുആ ചെയ്തു എന്നാണ്. അള്ളാഹുവിലേക്ക്. എന്ത് കാരണം? കുട്ടികൾ ഇങ്ങനെ തീരെ സൗന്ദര്യമല്ല. ആ ഒരവസ്ഥ വന്നപ്പോ കറുപ്പ് വെളുപ്പ് അതല്ല പറയുന്നത് കേട്ടോ. കറുപ്പ് സൗന്ദര്യമാണ്, ഇരുനിറം സൗന്ദര്യമാണ്, വെളുപ്പ് സൗന്ദര്യമാണ്. അത് ഓരോരുത്തരുടെ കണ്ണിനും വ്യത്യസ്തമായ രൂപത്തിലാവും. പറ്റ വിരൂപമായ അവസ്ഥ. അങ്ങനെ അവസ്ഥയിൽ പിന്നെ കുട്ടികൾ ചില പ്രവാചകന്മാർക്ക് ജനിച്ചപ്പോൾ അവർ അള്ളാഹുവോട് പിന്നെ എന്ത് ചെയ്തു? പറഞ്ഞു അമ്പിയാക്കളല്ലേ, അമ്പിയാക്കൾക്ക് വഹിയൊക്കെ വരുന്നതല്ലേ. അങ്ങനെ വരുന്നപ്പോ അള്ളാഹു താല ആ അമ്പിയാക്കളോട് കൽപ്പിച്ചത് ഓരോന്നോരോ നിമിത്തങ്ങളുണ്ടാവും. ഭാര്യമാര് ഗർഭിണികളാകുമ്പോ 3-4 മാസങ്ങളിൽ അവരോട് സഫർജിൽ കഴിക്കാനാണ് അത്രേ വന്നത്. അതൊരു പ്രധാന പോയിന്റാണ്. ഇത് മാത്രം ഇട്ടിട്ട് ഇപ്പൊ ഒരു യുക്തിവാദിക്ക് കൊടുത്ത അള്ളാ നമ്മളങ്ങട്ടുണ്ടല്ലോ പൊങ്കാലടും. എന്താ പുതിയ മരുന്ന് സൗന്ദര്യം ഉണ്ടാകാൻ അങ്ങനെ അങ്ങോട്ട് ഉസ്താദുമാരെ അടക്കി ആക്ഷേപിക്കൂട്ടോ. നമ്മളെ ദീന് പറഞ്ഞ കാര്യങ്ങൾ ഖുർആന്റെ തഫ്സീറുകളിൽ വരുന്നത് ആധികാരികമായിട്ട് രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ സഫർജിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ്. നമുക്കാണെങ്കിൽ ആ സാധനം കണ്ടൂടെ. നിങ്ങളിപ്പോ 3 മാസം ഗർഭിണിയ പിന്നെ ഒരു പെണ്ണിന് സഫർജിലെടുത്ത എന്താ ഇത് ഒന്നും തിന്നാൻ കഴിയില്ല. സഫർജിലിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. ചിലര് എന്തായാലും ചില സ്വർണ്ണൊക്കെ അരച്ചെടുക്കും കുട്ടികൾ ചോർക്കുണ്ടാകുന്നുണ്ട്.
സ്വർണ്ണ അരച്ച് കൊടുക്കുക. അത് റെഡിയൊക്കെ ഉണ്ട്. സാധനം ഉണ്ടാവുമ്പോൾ രസമാണ്. സ്വർണത്തിന് ഭയങ്കര വിലയല്ല. ഇപ്പത്തുള്ള ചൊറുക്കൊക്കെ മതിയെന്നറിയും ആൾക്കാരോട് ചോദിച്ചാൽ. എന്നാൽ സഫർജിലിന് അങ്ങനെ ഒരു മഹത്തുണ്ട്. ഈ പഴങ്ങളെ പറ്റി പറയുമ്പോഴേ അതിനെപ്പറ്റി പറഞ്ഞെടുത്ത് അതിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അത് 3-4 മാസങ്ങളിലാണ് അത് കൊടുക്കേണ്ടതെന്നാണ്. അതിലും പ്രത്യേകത ഉണ്ട്. അള്ളാഹ് റൂഹ് ഊതുന്ന ടൈം 4ആണ്. രൂപാക്കുന്ന ടൈമാണ് 3. ഉണ്ടല്ലോ അല്ലേ? അള്ളാഹു തആല മുഅ്മിനൂൻ സൂറത്തിൽ പറഞ്ഞില്ലേ, ആ അലക്കത്തിനെ മുളുകത്താക്കിയിട്ട് പിന്നെന്ത് ചെയ്യും? ഫകസൗനൽ ഇളാമ ലഹ്മ എന്ന് പറയുന്നുണ്ട്. ഒരു മനുഷ്യരൂപം ചെറിയൊരു രൂപമാക്കിയിട്ട് അതിൽ റൂഹ് കൊടുക്കുന്ന ടൈമാണത് 4. അപ്പൊ ആ സമയത്താണ് എന്ത് ചെയ്യേണ്ടത്? ഇത് ചെല്ലേണ്ടതെന്ന്. അതൊക്കെ ഓരോ കാരണങ്ങളാണ്. ജീവിതത്തിൽ ഒറ്റ സഫർജിൽ നിന്നാത്തോല് അല്ലെങ്കിൽ ഓർക്കുണ്ടാവും ഇല്ലാന്നല്ല പറഞ്ഞു. അതൊന്നല്ല അതിന്റെ അർത്ഥം. അപ്പോൾ എന്തായിരുന്നാലും ഈ പഴങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അതിന്റെ പ്രത്യേകത പറഞ്ഞതാണ്. ഓരോ പഴത്തിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടാവും. അപ്പോൾ അള്ളാഹു തആല പറയാണ്, ഈന്തപ്പന അതിന്റെ കൊതുമ്പിൽ അതിന്റെ കൊലകൾ അടുത്തായി നിൽക്കുന്നു. ദാനിയത്ത് പറഞ്ഞാല് സ്വർഗത്തിലെ പഴങ്ങളെ പറ്റി പറഞ്ഞല്ലോ. കുതൂഫുഹാ ദാനിയ, അവിടെ പഴങ്ങളെ പറിച്ചെടുക്കാൻ അടുത്തായി നിൽക്കുന്നതാണ്. കിടക്കുന്നവനെ കടന്ന് പറിക്കുക, ഇരിക്കുന്നവനെ ഇരുന്നിട്ട് പറിക്കുക, നടക്കുന്നവനെ നടന്നിട്ട് ഓരോരുത്തരുടെയും അടുത്തേക്ക് ഇങ്ങോട്ട് വരികയാണ്. അതാണ് ദാനിയ. എന്നതുപോലെ ഇതിങ്ങനെ അടുത്ത് നിൽക്കുകയാണ്, തൂങ്ങി നിൽക്കുകയാണ്. ഈന്തപ്പനയെ പറ്റി പറയാണ്. നമ്മളിപ്പോ ഉംറക്കൊക്കെ പോകുമ്പോ ഇപ്പോ ഓരോ ഈന്തപ്പന തോട്ടത്തിക്കാണ് കൊണ്ടുപോകാണ് ഈന്തപ്പഴം വാങ്ങാൻ. അത് ഗ്രൂപ്പുകാർക്ക് ചെറിയ ചെറിയ അളവൊക്കെ ഉണ്ടാവും ചെയ്യും ആ ടീം. അതാണ് അതിന്റെ ഹിക്മത്ത്. നല്ല രസമാണ്. അങ്ങനെ ഈന്തപ്പനത്തോട്ടത്തിൽ നേരെ പോയി ബസ് ഒരു കൊടുത്തയക്കുക. അങ്ങനെയാണ് ഇപ്പോൾ. അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഈന്തപ്പഴം ഫ്രഷ് സാധനങ്ങളെ കാണാം. അവിടെ ചെന്നാൽ തന്നെ പോയി കാണാൻ കഴിയുള്ളൂ. അതിനൊക്കെ വല്ലാത്തൊരു ത്രില്ലുണ്ട് അവിടെ ചെല്ലണത് അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഒന്ന് ഓർത്താൽ മതി. റബ്ബിന്റെ കുതിരത്ത് നമ്മളിങ്ങനെ ഓർത്താൽ മതി. എന്നാ പിന്നെ എന്താ അത് ഇവിടെ ഒന്നും ഇല്ലാത്ത എല്ലായിടത്തും എല്ലാം തന്ന രസമല്ലല്ലോ. ഓൾക്ക് തെങ്ങ് ഭയങ്കര ഇഷ്ടമല്ലോ അറബിയാക്ക്. കാരണം അവിടെ വല്ലാതില്ല, നമ്മളവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലായിടത്തും തന്നാല് ഇതൊന്നും നടക്കൂല. അത് അങ്ങോട്ട് പോകണം, ഇടപാടുകൾ നടക്കണം. നബിയുടെ കാലത്ത് തന്നെ അങ്ങനെയുള്ളൂ. മക്കയിലേക്ക് യമന്, സിറിയ, ജോർദാന്, ഇന്ന് ആ ഏരിയകളിൽ നിന്നൊക്കെ ആയിരുന്നു അത് പച്ചക്കറിയും പഴങ്ങളൊക്കെ വന്നിരുന്നത്. അത് ഓരോ സ്ഥലത്ത് അള്ളാഹു തആല കൊടുക്കുന്നതാണ്. മദീനത്തിന് അള്ളാഹു തആല ഒരു പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഈന്തപ്പനക്കും മുന്തിരിക്കും ഒക്കെ. അതാണ് ഇവിടെ അള്ളാഹു തആല പ്രത്യേകം പറയാണ്. പിന്നീട് അള്ളാഹു പറയുന്നത് മുന്തിരികളുടെ തോട്ടങ്ങളും, മുന്തിരികളുടെ തോട്ടങ്ങൾ, ഒലീവിന്റെയും. ഒലീവൊക്കെ നമുക്ക് അത്ര ടേസ്റ്റ് ഇല്ല എന്നൊക്കെ തോന്നും, പക്ഷെ അത്രക്കും വിറ്റാമിനുള്ള സാധനമാണ് ഒലീവ്. ജയ്ത്ത് കായയും ജയ്ത്ത് എണ്ണയും എനിക്ക് നല്ല വിലയുള്ള സാധനമാണ്. ഉറുമാവഴം നമ്മളിവിടെയൊക്കെ കിട്ടുന്ന തന്നെയാണ്. ഒക്കെ നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം. അതങ്ങോട്ട് തോല് പൊളിച്ചതിന്റെ ഉള്ളിൽ ഇങ്ങനെ അടുക്കടുക്കായി നിൽക്കുന്ന അല്ലെ അള്ളാഹിനെ സംവിധാനിച്ച രീതിയൊക്കെ നിങ്ങൾ ഇനി ബാക്കിയുള്ളൊക്കെ കൂട്ടി കൊടുത്താൽ മതി. ഓറഞ്ച് ആകട്ടെ, ആപ്പിൾ ആകട്ടെ, മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മതി. മുസ്തബിഹൻ വഗൈറ മുതശാബിഹ, സദൃശമായതും എന്നാൽ സദൃശമല്ലാത്തതും. അതായത് സദൃശമായത് പറഞ്ഞാല് ഇലകളൊക്കെ ഒരേപോലെ. മുന്തിരികളില് പല മുന്തിരികളുമുണ്ട്. വെള്ളുണ്ട്, കറുപ്പുണ്ട്, അതിൽ തന്നെ പല ഐറ്റംസ് ഉണ്ട്. ഇലകൾ ഏകദേശം ഒരേപോലെ. പക്ഷെ വൈറ മുത്തശാബിഹ് എന്ന് പറഞ്ഞാലോ അത് പഴങ്ങള് വേറെ. മുന്തിരി എന്ന് പറഞ്ഞാൽ തന്നെ അതിലൊരു പട ഐറ്റംസ്. ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ തന്നെ ഈത്തപ്പഴത്തിന് 7 ഘട്ടങ്ങളുണ്ട് എന്നാണ്. വ്യത്യസ്തമായ 7 ഘട്ടങ്ങൾ. അത് ഈത്തപ്പഴം ഘട്ടമായിട്ട് പിന്നെ അത് അതിന് 7 അതിൽ പെട്ടാണ് ഇപ്പൊ തമ്പ്ര്, റുത്തബ് എന്നൊക്കെ പറയുന്നത്. ഉണങ്ങിയതും ഉണങ്ങാത്തതും പച്ചായതും ഒരു മിതമായതും, അങ്ങനെ 6-7 ഘട്ടങ്ങൾ പറയുന്നുണ്ട്. എന്നതുപോലെ മുന്തിരി, പല മുന്തിരിയുണ്ട്, പക്ഷേ ടേസ്റ്റ് വ്യത്യാസമാണ്. ഇലകളൊക്കെ ഒരേപോലെയാണ്. അങ്ങനെയുള്ളത് അല്ലാഹു തആല സൃഷ്ടിച്ചു. എന്നിട്ട് വീണ്ടും പറയാണ്, ഉൻദുറൂ ഇലാ സമരി, നിങ്ങൾ ആ പഴത്തിലേക്ക് നോക്കൂ. ഇദാ അസ്മറ വയനഇ, അത് പാകമാകുകയും അതെന്തായി, അത് മൂത്തു, എന്നിട്ട് അത് പാകമായി അത് എടുക്കാൻ കഴിഞ്ഞ തിന്നാനുള്ള ഒരു ടൈമുണ്ടല്ലോ, ആ ടൈമായി. നിങ്ങൾ അയക്കൊന്ന് നോക്കൂ. എങ്ങനെയാണ് അള്ളാഹു അതൊക്കെ സൃഷ്ടിക്കുന്നത്?
ഇന്ന ഫീ ദാലികും ലആയാതിൽ ലിഖൗമിൻ യുഅ്മിനൂൻ. തീർച്ചയായിട്ടും ഇതിൽ ഈമാനുള്ള ഒരു ജനതക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം പ്രത്യേക കാര്യം ആയതുകൊണ്ട് നമുക്കതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. തിന്നാൻ അല്ലാഹു തആല നമുക്ക് ഒരുക്കി വെച്ചത് ഒരു സാധനത്തിൽ തന്നെ എത്ര വിഭവങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോൾ ഈ പഴങ്ങളോടൊക്കെ നിൽക്കട്ടെ, നമ്മുടെ നാട്ടിൽ കാണുന്ന ചക്ക, ആ ഒരു ചക്കയിൽ നിന്ന് എത്ര വിഭവങ്ങൾ ഉണ്ടാക്കാം. ഒരൊറ്റ ചക്കയിൽ നിന്ന് മാത്രം. ചിലയിടത്തൊക്കെ മത്സരങ്ങൾ ഉണ്ടാകലുണ്ട്. ഞങ്ങളെ പഞ്ചായത്തിലുണ്ടായിരുന്നു ചക്ക കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾ. അതിനെ പറ്റിയൊരു മത്സരം. എത്ര ഐറ്റംസ് അറിയാം. എല്ലാം അടങ്ങിയൊരു സാധനമാണ് ഈ ചക്ക. നമുക്കതിൽ വില കൽപ്പിക്കൂല നമ്മൾ പലപ്പോഴും. അതിപറ്റസ്ഥാക്ക് എപ്പോഴും അതിന്റെ മാറ്റം പറയും. ചക്ക കഞ്ഞി ചക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ തള്ളേണ്ട ഒരു സംഗതിയല്ല. ഒരു നാളികേരത്തിലേക്ക് നോക്കി നിങ്ങൾ, അതിന്റെ ചെവിരിയും അതിന്റെ ചിരട്ടയും അതിന്റെ കാമ്പും അതിന്റെ വെള്ളവും. ഇനി അതുകൊണ്ട് നമ്മൾ ഒരൊറ്റ തേങ്ങയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കാം. ആലോചിച്ച് നോക്കൂ. അതിലാണ് അള്ളാഹുവിന്റെ ആ കുതിരത്തെ നമ്മൾ കാണുക. അങ്ങനെയാണ് ചിന്തിക്കണേ നമ്മൾ. ഒരൊറ്റ തേങ്ങയിൽ നിന്ന് ആ ചെവിരി കൊണ്ട് വല്ല കയറുകളോ നിങ്ങൾ എന്തിനൊക്കെ കയറ് ഉപയോഗിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ഇപ്പം അടുത്ത് വരൽ തുടങ്ങിയിട്ടുള്ളല്ലോ. അതിന്റെ മുമ്പുള്ള കയറുകൾ 10, 20 നിലയുള്ള 30, 40 നിലകളുള്ള കെട്ടിടങ്ങളൊക്കെ കയറും അങ്ങനെ തൂങ്ങി ഇറങ്ങി പെയിന്റ് അടിക്കേണ്ടതാണ്. കയറാണത്. ഒരുപാട് ചെറിയ നാരുകൾ കൂടി കൂടി പിരിച്ച് അതിന്റെ ഒരു ഉറപ്പത്ര എല്ലാം കൂടി കൂടുമ്പോൾ ഉറപ്പുണ്ടാകാം. കൂടി ചിരട്ടോണ്ട് എന്തൊക്കെ ഉപകാരമുണ്ട്. ഇപ്പൊ ചിരട്ടക്കല്ല വിലയുള്ളൂ. ഒരു കിലോ ചിരട്ടക്ക് എത്ര 15 റുപ്യ. ഒരു ഓട്ടോ ഡ്രൈവർ യാത്ര ചെയ്താണ്. ചിരട്ട ഉണ്ടെങ്കിലും കഴിച്ചില്ല. അതിനൊപ്പം എന്നോട് ഓരോ മൂപ്പര് ഇതിങ്ങനെ തടിയിൽ എന്തോ ആർക്കെന്തോ ചിരട്ട കൊണ്ടുപോയതാണ്. അപ്പൊ മൂപ്പരെ മനസ്സിലാതെ തന്നെയാണ്. ഞാൻ ആദ്യം എനിക്കൊരു പിടുത്തം കിട്ടിയില്ല. ചില വർത്താനത്തിന് മുമ്പും പിമ്പൊന്നും ഇല്ലെങ്കിലേ ഇത് എടുക്കാന്ന് നമുക്കൊരു പിടുത്തം കിട്ടൂലല്ലോ. ഞാൻ വണ്ടി വിളിച്ച് പോയതാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോ നിങ്ങൾ എവിടുന്ന് വരുന്ന വെച്ചിട്ടുണ്ടോ പള്ളിക്കെന്നാണെന്ന് പറഞ്ഞേ. ഞാൻ പോകുമ്പോ മൂപ്പര് കുറച്ച് കഴിഞ്ഞപ്പോ മൂപ്പരാണ് ചിരട്ട ഉണ്ടെങ്കിലും കഴിച്ചില്ല. അതിന് പറഞ്ഞു എന്നോട്. എനിക്കതൊരു പിടുത്തം കിട്ടില്ല. അറബ് ഇത് എവിടുക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു. അപ്പോൾ അത് പറഞ്ഞു ചിരട്ടയ്ക്ക് ഭയങ്കര വിലയാണ്. ഇപ്പോൾ 1 കിലോന് 15 റുപ്യ കിട്ടും. അതിന് ആദ്യം തേങ്ങ ആണല്ലോ. ആദ്യം തേങ്ങ ആണ്. അപ്പൊ ഞാൻ പറയണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ. ഇനിയിപ്പോ എന്റെ കാമ്പിനെ പറ്റി പറയണ്ടല്ലോ. നല്ല രസമുള്ള ടേസ്റ്റിലൊരു കറിക്ക് അത് അരക്കണം അല്ലേ. വെളിച്ചെണ്ണയില്ലാത്ത ഒരു സംഗതി നടക്കൂല. അത് ഒരുപാട് അത് ഒന്നെന്നെ ഒരുപാട് തവണ ഉപയോഗിക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണ അല്ലാത്ത കോലത്തിലൊക്കെ കഴിക്കും. അങ്ങനത്തെ പൊരിക്കടിയൊക്കെ നമ്മളിങ്ങനെ വാങ്ങിയിട്ട് നോമ്പാണ് തുറക്കുമ്പോൾ എല്ലാം തിന്നാല് രോഗം ഇങ്ങനെ വരും. ഒരു സംശയമില്ല. എന്നാൽ ആ സാധനം യഥാർത്ഥ വെളിച്ചെണ്ണ നമുക്ക് വേണ്ട. അത് കൃത്രിമമായിട്ട് ഇറങ്ങുന്നുണ്ട്. അതാണ് പ്രശ്നം. ഒറിജിനലിനെ വെല്ലുന്ന രൂപത്തിൽ കൃത്രിമമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിപ്പോ ഇവിടെ പഴങ്ങളെ പറ്റി പറഞ്ഞു. ഇനി ബാക്കി നമ്മൾ കൂട്ടി കൊടുത്താൽ മതി. എന്തൊക്കെ ഐറ്റംസുകൾ നമ്മൾ കാണുന്നുണ്ട്. അതാണ് പറയുന്നത്. നിങ്ങൾ നോയിക്കോളി അതിലേക്ക്. ഇന്ന ഫീ ദാലികും ലആയാതിൽ ലിഖൗമിൻ യുഅ്മിനൂൻ. തീർച്ചയായിട്ടും അതിൽ ഈമാനുള്ള ഒരു ജനതക്ക് അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. ഈമാനുള്ള ആളുകൾക്ക് അതിലെന്തുള്ളൂ ദൃഷ്ടാന്തമുള്ളൂ. അല്ലാത്തവർക്ക് മൈൻഡ് ചെയ്യില്ല. എന്നിട്ട് വീണ്ടും പറയാണ് വജഅലൂ ലില്ലാഹി ശുറകാഅൽ ജിന്ന വഖലഖഹും. എന്നിട്ട് അല്ലാഹു തുറന്ന് പറയാണ് മക്ക മുശ്രിക്കുകളെ പറ്റി പറയാണ്. വജഅലൂ ലില്ലാഹി ശുറകാഅൽ ജിന്ന. അവർ അല്ലാഹുവിനിക്ക് ജിന്ന് വർഗത്തെ പങ്കാളിയാക്കി. വഖലഖഹും. ആ ജിന്ന് വർഗത്തെ അല്ലാഹു സൃഷ്ടിച്ചതുമാണ്. വഖറഖൂ ലഹു ബനീന വബനാത് ബിഗൈരി ഇൽം. ഒരു അറിവുമില്ലാതെ അല്ലാഹുവിനിക്ക് ആൺകുട്ടികളുണ്ടെന്നും പെൺകുട്ടികളുണ്ടെന്നും അവർ സ്ഥിരപ്പെടുത്തുന്നു. സുബ്ഹാനഹു വതആല അമ്മാ യസിഫൂൻ. അവരാ വിശേഷണം പറയുന്നതിനെ തൊട്ട് അല്ലാഹു എത്രയോ പരിശുദ്ധനാകുന്നു. അതായത് ജിന്ന് വർഗത്തവർ കണ്ണുകൊണ്ട് കാണുന്നില്ല. അപ്പൊ ഇവര് പറഞ്ഞു ജിന്നുകള് അല്ലാഹുവിന്റെ പങ്കാളിയാണ്. എത്രത്തോളം തന്നാല് ചിലരെന്താ പറയുന്നറിയങ്ങള് ഇന്നല്ലാഹ തആല വ ഇബ്ലീസ അഖവാൻ. അള്ളയും ഇബ്ലീസും സഹോദരങ്ങളാണ്. ഏട്ടനും അനുജനുമാണ്. ഓരോരുത്തരാണ് പറയുന്നത്.
തൊളിതുകൊണ്ടൊക്കെ പറയണം. എന്നിട്ട് അവർ പറഞ്ഞെന്താ വെച്ചാല് പിന്നെ മനുഷ്യനെ, മൃഗങ്ങളെ, അതുപോലെ തന്നെ അന്നാമകൾ, അതായത് നമുക്ക് വേണ്ട ജീവികളൊക്കെ ഉണ്ടല്ലോ, പോത്തും ആടും ഒട്ടകമൊക്കെ, അതൊക്കെ അള്ള പഠിച്ചു. ഹയ്യാത്തും അക്കാരിബ്, അതായത് പാമ്പുകൾ, തേളുകൾ, അതൊക്കെ ഇബ്ലീസും പഠിച്ചതാണ്. ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടതൊക്കെ ഇബ്ലീസും പഠിച്ചു. ഉപകാരമുള്ളതൊക്കെ അള്ളാഹും പഠിച്ചു. ആനന്റെ കാര്യത്തിലൊക്കെ കാരണം ബുദ്ധിമുട്ടാകാം. അപ്പോൾ അതിപ്പോൾ ആരാ പഠിച്ചതെന്നുള്ളത്, കാരണം ആന സ്വീപ്പാക്കണമുണ്ട്, വലിയ ഉപകാരം ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇത് തെറ്റായ ചില ധാരണകളാണ്. അപ്പൊ ജിന്നുകൾ അള്ളാഹുവിന്റെ മക്കളാണ്, മലക്കുകൾ അള്ളാഹിന്റെ പെൺകുട്ടികളാണ്, ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ഇവര് പറഞ്ഞു. കൊൽക്കത്തില്ല കാര്യങ്ങള് ഒരു സ്ഥിരതല്ല, പറയുന്ന കാര്യത്തിലൊന്നും ഒരു സ്ഥിരതല്ല, ഒന്നിനോട് യോജിക്കാത്ത രൂപത്തിൽ ഒരു പറയും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം. നമ്മളെന്താ അവിടെ ചിന്തിക്കേണ്ടറിയോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുഅ്മിനായ മനുഷ്യൻ ആദ്യം പറഞ്ഞ ആയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്തിഖാമത്ത് വേണമെന്നാണ്. അതിനെപ്പറ്റി വലിയൊരു ചർച്ച തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഖുർആനിൽ അല്ലാഹു തആല 2-3 സ്ഥലങ്ങളിൽ ഇസ്തിഖാമത്തിനെ പറ്റി പറയുന്നുണ്ട്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഖലീഫമാര് തന്നെ അതിന് ഒരുപാട് തഫ്സീറുകൾ കൊടുത്തിട്ടുണ്ട്. അതില്ലാത്തത് കൊണ്ടാണ് ഈ ചാഞ്ചാട്ടം വരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അല്ലാ തുശ്രിക ബില്ലാഹി ശൈആ, ഒരു വസ്തുവിനെയും അല്ലാഹുവിലേക്ക് പങ്കു ചേർക്കാതിരിക്കലാണ് ഇസ്തിഖാമത്ത്. ഇവിടെ ഇപ്പോൾ ഇവർ പറഞ്ഞെന്താ, ജിന്നാൾ അള്ളാന്റെ മക്കളാണ്, ഒരു കൂട്ടർ മലക്കൾ അള്ളാന്റെ മക്കളാണ്, ജൂതന്മാര് ഉസൈർ അള്ളാന്റെ പുത്രനാണ്, മറ്റൊരു കൂട്ടർ ക്രിസ്ത്യാനികൾ ഈസാ നബി അള്ളാന്റെ പുത്രനാണ്. ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ പറയണം. എന്നാൽ ഒരു യഥാർത്ഥത്തിൽ ഒരാൾക്ക് എന്ത് വേണം? ഇസ്തിഖാമത്ത് വേണം. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ള കാണിച്ചു തന്ന മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. അത് വിശ്വാസമാകട്ടെ. ഇപ്പൊ തൗറാത്ത് മുതൽ അവിടുന്ന് ഇങ്ങോട്ട് കുറെ കർമ്മങ്ങളും മറ്റും പഠിപ്പിച്ചു. തൗറാത്തിന്റെ മുമ്പ് കാര്യമായിട്ട് വിശ്വാസങ്ങൾ മാത്രമാണ്. ശരീഅത്തിന്റെ നിയമങ്ങളൊക്കെ ഇന്നത്തെ പോലെ കണിശമായ നിയമങ്ങൾ മുമ്പ് കാലത്ത് കൊടുത്തിട്ടില്ല. ആ സാഹചര്യം അങ്ങനെയാണ്. തൗറാത്ത്, ഇഞ്ചീലും ഖുർആനും ഒക്കെ പറഞ്ഞാൽ കുറേ നിയമങ്ങൾ പറഞ്ഞു. അപ്പൊ അതിൽ ഉറച്ചു നിൽക്കണം. ഈമാനിലും ആ കർമ്മങ്ങളിലും അവനൊരു സുസ്ഥിരത വേണം, ഇടക്കാലത്ത് പോകരുത്. അപ്പൊ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും അള്ളാഹ്ക്ക് പങ്കു ചേർക്കാതിരിക്കുക. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന, അവന്റെ അംറ്, അവന്റെ നഹ്യ്, അവനിൽ നിന്നുള്ളത്, ഇത് രണ്ടും പാലിക്കുക എന്നുള്ളതാണ്. അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൃത്യമായിട്ട് ചെയ്യുക, അള്ളാഹ് വിലക്കിയ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഇതിനാണ് ഇസ്തിഖാമത്ത്. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു വിധിച്ചത്. ചെയ്യണമെന്ന് അല്ലാഹു തആല എന്തൊക്കെ കൽപ്പിച്ചോ അത് ചെയ്യണം. അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞത് എന്തായിരുന്നാലും ചെയ്യാം. നിർബന്ധമായത് അതാണ് ഇസ്തിഖാമത്ത്. സുന്നത്തായത് പരമാവധി ചെയ്യാൻ നോക്കാം. ഹറാമ് എന്തായിരുന്നാലും ഒഴിവാക്കണം. കറാഹത്ത് പരമാവധി ഒഴിവാക്കാൻ നോക്കാം. ചില കറാഹത്തൊക്കെ നമ്മൾ അറിയാതെ ചെയ്യുന്ന കുറെ കറാഹത്തുകളുണ്ടാവും. ഉദാഹരണത്തിന് വെള്ളപ്പാണ്ട് വല്ലാതുള്ള ആള് വേറെ ആൾക്ക് മുസാഫത്ത് ചെയ്യല് കറാഹത്താണ്. പക്ഷെ നമ്മൾ അത്ര ശ്രദ്ധിക്കലില്ല. മുസാഫത്ത് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ മൂപ്പർക്ക് വിഷമം ഉണ്ടാവും തന്നെ നമ്മൾ കരുതുക. തെറ്റിദ്ധാരണയ്ക്ക് ചിലപ്പോൾ സാധ്യത ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെ ചെയ്യും. പക്ഷെ അത് കറാഹത്ത് വരുന്നുണ്ട്. അത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാതെ കുറെ വരുന്നുണ്ട്. ഇപ്പൊ നിസ്കാരത്തിലെ ഗോഗ്യങ്ങള്, തല തുറന്നിട്ട് നിസ്കരിക്കൽ കറാഹത്താണ്. സൊഫിന്റെ അടിയിൽ 3 മുഴത്തിലധികം മുന്നക്ക് ഇതുണ്ടായ കറാഹത്ത് വരികയാണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അറിയാതെ വരുന്നത്, ഒന്ന് ശ്രദ്ധിക്കാതെ വരുന്നത്. എവിടെയെങ്കിലൊക്കെ നിൽക്കും നമ്മൾ നിസ്കരിക്കാൻ. ചിലടത്ത് കറാഹത്ത് മാത്രമാവില്ല, വമ്പം കൂലി നഷ്ടപ്പെടും. സൊഫൊക്കെ നിൽക്കുമ്പോൾ തെറിച്ചിങ്ങനെ നിൽക്കും, നല്ല ഗ്യാപ്പ് ഉണ്ടാവും ഇടയിൽ. അത് പ്രശ്നം. പിന്നെ ചിലർക്ക് കാലിന് പ്രശ്നമൊക്കെ ഉണ്ടാവും. ഒന്ന് അത്തയ്യാത്തിനും മറ്റൊക്കെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി സ്ഥലം വേണ്ടി അതിന് കണ്ടു നിൽക്കും. അവന് ശ്രദ്ധിക്കണം. അത് എനിക്കൊരു അനുഭവം ഉണ്ടായി, അതാ ഞാൻ പറയാൻ കാരണം. 2 അടി നല്ല ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ എന്റെ മുമ്പിൽ പോയ മുമ്പ് ഉസ്താദ് തന്നെയാണ്. ഞങ്ങൾ 2 കൂടിയാണ് കയറിയത്. അപ്പോൾ ജമാഅത്ത് ഇറങ്ങുന്നുണ്ട്. അപ്പൊ 2 നിൽക്കുന്നുണ്ട്.
അപ്പോൾ ഒരാളടിയിൽ നല്ല ഗ്യാപ്പുണ്ട്. അപ്പം എൻ്റെ ഒപ്പമുള്ള ഉസ്താദ് അയാളെങ്ങോട്ട് അടുപ്പിച്ചു. അയാൾ എന്തായാലും നിൽക്കൂല, ഭയങ്കര മസിൽ പിടിച്ചത്. പിന്നെയാണ് മനസ്സിലായത് മറ്റേ ആൾക്ക് കാലിന് ഭയങ്കര പ്രശ്നമുള്ളതാണ്. പുറത്ത് നിൽക്കുമ്പോൾ അറിയില്ല, പക്ഷെ മൂപ്പർക്ക് സുജൂദിന്റെ അടിയിലുള്ള ഇരുത്തത്തിലും മറ്റൊക്കെ കയ്യൊന്ന് പുറത്ത് കുത്തണം. ഒരു നാട്ടുകാർക്ക് അതറിയാലോ, അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് നിന്നാണ്. അപ്പൊ അതിന് കുഴപ്പമില്ല. അത് ഏതുപോലെ അറിയോ, നമ്മൾ ഈ നിസ്കാരത്തിൽ വിരലിന്റെ പള്ള സുജൂദിന് നിലത്ത് വെക്കണമല്ലോ. ചിലപ്പോൾ ചിലർക്ക് കാലിന് മുറി ഉണ്ടായിട്ടൊക്കെ ഇങ്ങനെ പൊന്തിച്ച് വെച്ചേക്കാരം. നമ്മൾ ചിലർ ഉഷാറാവും, എന്താണ് ഇത് എന്ന് വളച്ചണ വെപ്പിച്ചു കൊടുക്കും ചിലപ്പോൾ നിസ്കാരത്തിൽ ഒന്നാണ്. ആകെ അച്ചറാൻ കാരണം അറിയാഞ്ഞാലേ ചിലപ്പോ ബുദ്ധിമുട്ട് വരും. അപ്പൊ ചിലത് നമ്മൾ ജമാഅത്തിന്റെ കൂലി പോകും, ചിലത് ആ ഇബാദത്ത് ശരിയാകാതെ തന്നെ പോകും, ശരിയാകാതെ പോകും. ചിലരോ കഴിവൊന്നുമില്ല. ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഇപ്പൊ റമദാന്റെ രാത്രിയിൽ ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ടു എന്ന് കൂട്ടുക, അങ്ങനെ അവരെന്ത് ചെയ്തു ആണോ ഉറങ്ങിപ്പെട്ടു. സുബൈക്ക് ബാങ്ക് കൊടുത്തിട്ടാ ഉണർന്നത്. അത്തായും തന്നിട്ടില്ല, ഒന്നുമില്ല. നീയത്തെ പോലെ തലേന്ന് വെച്ചിരുന്നു. ഓലി ചിലപ്പോ പടച്ചോനെ കുളിച്ചിട്ടില്ലല്ലോ പറഞ്ഞാണ് നോൽക്കൂല. പിന്നെ നോൽവില്ല എന്നാണ് അവര് മനസ്സിലാക്കേണ്ടത്. ഇന്നെല്ലാരോടും പറയും ഇന്നിപ്പോ നോൽമ്പ് ഒൽക്കാൻ പറ്റിയില്ല. എന്തേ? ഉറങ്ങിപ്പെട്ടു. നീയത്ത് വെച്ചിട്ടില്ലേനോ? നീയത്തൊക്കെ വെച്ചേനോ, കുളിച്ചിട്ടില്ലേനോ പറയും. കുളിച്ചാത്ത കുഴപ്പമില്ല, അത് തെറ്റിദ്ധാരണയാണ്. റമളാന്റെ രാത്രിയിൽ ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം ബന്ധപ്പെട്ടാല് സുബൈന്റെ മുമ്പ് കുളിക്കലാണ് സുന്നത്ത്. സുബൈന്റെ മുമ്പ് കുളിച്ചില്ല എന്നുള്ളതുകൊണ്ട് നോമ്പിനെ ബാധിക്കൂല. ജനാപത്തോടുകൂടെ നോമ്പ് തുടങ്ങുക എന്നുള്ളത് എന്തില്ല, നോമ്പ് സമയത്ത് ജനാപത്ത് ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകാൻ പറ്റൂല. ജനാപത്തോടു കൂടെ നോമ്പ് തുടങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചേട്ടാ സുബൈ നഷ്ടപ്പെട്ടതിനുള്ള കുറ്റം ഉണ്ടാവുന്നു മാത്രം. ഇപ്പോ ഒരാൾ വിളിച്ചു, പിന്നെ ഡോക്ടർ രക്തമെടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ കാട്ടേശയുണ്ട്, അങ്ങനെ കുഴപ്പമില്ല. രക്തമെടുക്കണ്ടേ നമ്മൾ ഷുഗറിന് വേണ്ടി രക്തമെടുക്കണ്ടീനോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടീനോ എന്നൊന്നും നോമ്പിനെന്തില്ല, കുഴപ്പമില്ല. നമ്മളെ പിന്നെ തുറക്കപ്പെട്ട ദ്വാരല്ല നമ്മളെ ഞരമ്പ് അതുപോലെ ഇറച്ചിക്ക് കുത്തുന്നു. അതുകൊണ്ട് നോമ്പിന് എന്തില്ല, കുഴപ്പമില്ല. പക്ഷെ എന്താകരുത്, ഡോക്ടറെ അടുത്ത് പോയിട്ടേ സൂചി അടിച്ചാൽ കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ ഉസ്താദ് പറഞ്ഞത്. ഭയങ്കര ക്ഷീണമുണ്ട്, മറ്റേതൊന്നാണ് കയറ്റിയാലോ കുറച്ചു നേരം അവിടെ കടന്നോളൂ 1 മണിക്കൂർ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അത് നോമ്പിന്റെ ശൈത്യന്നെ നഷ്ടപ്പെട്ടു. ഒരു ഇഞ്ചക്ഷൻ കുഴപ്പമില്ല, അത് കയറ്റുണ്ട് ഉള്ളിൽ, അതുകൊണ്ട് നോമ്പ് കൂടിയില്ല. അപ്പോ നമ്മൾ ചിലത് നമ്മൾ എന്തെങ്കിലും നേരം മറിച്ച് മനസ്സിലാക്കുന്നിട്ട് ഓവറായിട്ട് ശ്രദ്ധിക്കും. ഇതുപോലെ ഡോക്ടർമാര് നോമ്പ് നോൽക്കണ്ട അറിഞ്ഞാലും ഭയങ്കര പ്രശ്നമെന്ന് പറഞ്ഞാൽ അവിടെ വാശി പിടിച്ച് കച്ചറ ഉണ്ടാക്കി നോമ്പ് നോൽക്കുന്നുണ്ട്. ഇവിടെ മക്കൾക്ക് പണി കൊടുക്കും, ആകെ സുഖമില്ലാതായി. ഇത് ആവശ്യമല്ല, ഇളവുണ്ടല്ലേ നമുക്ക്, ഇളവുള്ള എടുക്കാലോ ബുദ്ധിമുട്ടാണെങ്കിൽ. നമ്മൾ നാളെ കഴിഞ്ഞ ഇതിൽ കുറച്ച് പറഞ്ഞതാണ്, അപ്പൊ എനിക്ക് വരുന്നില്ല. എന്തായിരുന്നാലും പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ കൽപ്പനകള്, അവാമിർ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഒരാൾ പാലിക്കാതാണ് ഇസ്തിഖാമത്ത്. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് അൽ ഇസ്തിഖാമത്തു അൽ ഇഖ്ലാസ്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇഖ്ലാസ് ആകുന്നു, നിഷ്കളങ്കത. നിഷ്കളങ്കത, ഒരു കളങ്കവും ഇല്ലാതിരിക്കുക. ഇബാദത്തുകളിൽ നമ്മളെ ആരാധനകളിലും മറ്റും യാതൊരു കളങ്കവും ഇല്ലാതെ ഒരാൾ ചെയ്യാം. ഏത് കാര്യങ്ങളും ഓൻ ഏതൊരു വിഷയം ചെയ്യുമ്പോഴും നമ്മൾ സാധാരണ പറയാലോ ഭയങ്കര ഇഖ്ലാസുള്ള ഒരാളാണ്. വേറൊരു ലക്ഷ്യം ഇല്ലാതിരിക്കുമ്പോഴാണ് അങ്ങനെ പറയാ. വേറെ ഒരു ലക്ഷ്യം ഉണ്ടാകില്ല, ഇഖ്ലാസോടുകൂടെ ചെയ്യാം ഏത് കാര്യം. ഭൗതിക താല്പര്യങ്ങൾ അതിന്റെ പിറകുണ്ടാകരുത്, ഇഖ്ലാസ് വേണമെന്നാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് അൽ ഇസ്തിഖാമത്തു അദാഉൽ ഫറായിൽ. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹ് നിർബന്ധമായ കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തലാകുന്നു. അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ആയത്തില് ഈ ചാഞ്ചാട്ടം ഉണ്ടായത് കൊണ്ടാണ് തെറ്റായ വിശ്വാസത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇത് ശ്രദ്ധിക്കണം എന്നാണ്. പിന്നെ മഹത്തുക്കൾ പറയുന്നത് 4 കാര്യം പറയുന്നുണ്ട്. 1 തോഴത്ത്, 2 തഖ്വ, 3 ശുക്ർ, 4 സബ്ർ. ഇതാണ് ഇസ്തിഖാമത്ത് എന്നാണ് വേറെ കൂട്ടർ പറയുന്നത്. 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങൾ ഏതൊക്കെ? 1 തോഴത്ത്, 2 തഖ്വ, 3 ശുക്ർ, 4 സബ്ർ. തോഴത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ?
പടച്ച റബ്ബ് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ കൽപ്പിച്ചു, എന്തൊക്കെ വിലക്കി, നേരത്തെ പറഞ്ഞതന്നെ അതിന് പൂർണ്ണമായിട്ടാണ് വഴിപ്പെടുക. അതെന്തേ ഇപ്പം അങ്ങനെ ആക്കിയത്? ആ നിയമം ശരിയായില്ല, ഈ നിയമം ശരിയായില്ല, അള്ളാഹ് ക്ലാസ് എടുക്കുക, അത് പാടില്ല. ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകളൊക്കെ, അങ്ങനെയല്ലേ. അതാണ് ഈ കാലോചിതമായി മാറ്റം വരുത്തണമെന്നൊക്കെ ചിലർ പറയുന്നത്. നമ്മളെ പറ്റിയുള്ളൊരു പരാതി അതാണ്, മാറ്റം വരുത്തണില്ല. അത് 1400 കൊല്ലം മുമ്പ് പറഞ്ഞ അയിമ തന്നെ കൂടിയിരിക്കുകയാണ്, കൂടണമെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം തോഴത്ത്, അതാണ് അള്ളാന്റെ തോഴത്തിലായിട്ട് നമ്മൾ ജീവിക്കാന്ന് പറയുന്നത്. നമ്മക്ക് എന്തറിയോ, ഇപ്പൊ നോമ്പിന്റെ കാര്യത്തിൽ ആരും വല്ലാതെ പറയലില്ല. എന്താ കാരണം എന്ന് വെച്ചാല് കുറച്ചൊക്കെ വായിക്കുന്നവർക്കും മറ്റും അറിയാം, എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് നോമ്പിന്റെ ശാസ്ത്രീയത. ഡോക്ടർമാർ പറയും എത്രയോ മുസ്ലിങ്ങൾ നോമ്പ് നോൽക്കേണ്ടവരുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ അറിയുന്ന പോലെ തന്നെ ഉണ്ട് ഹിന്ദു സഹോദരങ്ങൾ ഞങ്ങളുടെ കൂടെ നോൽവൽക്കും പറഞ്ഞാൽ ഒരു നവൈത്തു സൗമഹത്തിന് ചെല്ലുന്നൊന്നല്ല, അങ്ങോട്ട് കുറച്ചിനെ പള്ളിക്ക് പോയിരിക്കുന്നല്ല, തിന്നൂലൊന്നും, സാധാരണ ഒരു ഉച്ചക്ക് ഭക്ഷണം അതൊന്നും കഴിക്കൂല. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ അതേപോലെ ഭക്ഷണം കഴിക്കാൻ നമ്മളൊപ്പം ഉണ്ടാവും. ചില കമ്പനികളിൽ ചില നല്ല വിദ്യാസമ്പന്നരായ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ, ഡോക്ടേഴ്സൊക്കെ പറയാൻ കാരണം എന്താ, കൊല്ലങ്ങളായി അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ കാരണം ശരീരത്തിന് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഓല് ചെയ്യോ? ഇല്ല. എല്ലാവർക്കും അറിയാത്. മാത്രമല്ല എണ്ണിട്ട് നോക്കേണ്ട പോലെ ഉണ്ട്, മഷിട്ട് നോക്കി അറിയില്ലേ, എവിടെങ്കിലും നമ്മൾ കുറ്റം പറയാനൊരു ചാൻസ് ഉണ്ടോ, ഇസ്ലാമിനെ വിമർശിക്കാൻ നടക്കുന്ന വ്ളോഗർമാരുണ്ട്. ഓൽക്ക് ആകെയുള്ള പണി യൂട്യൂബിലൊക്കെ കുറച്ച് എന്തെങ്കിലും 1-2 വീഡിയോ ഇടുക ഇസ്ലാമിനെ വിമർശിച്ച്. അതിനായിട്ട് ഇവരാരും ഇതിനെ പറ്റി പറയാത്തെന്താ? അത് ഡോക്ടർമാർ സമ്മതിക്കും. പക്ഷെ നമുക്ക് ഇന്നത്തെ നോമ്പ് കൊണ്ട് വലിയൊരു ഫലം കിട്ടാത്ത എന്താ വെച്ചാല് ഈ ഭക്ഷണത്തിന്റെ നമ്മൾ പകല് തിന്നാൻ പറ്റാത്തതുകൊണ്ട് രാത്രി ഒന്നായിട്ട് തിന്നിട്ടാണ്, ഓവറാക്കിയിട്ടാണ്. അല്ലെങ്കിൽ ഈ നമ്മൾ ഈ കുറച്ചു നേരം വയറിന് ഒരു വിശ്രമം കൊടുക്കുന്നത് വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. കാരണം അങ്ങനത്തെ സാധനങ്ങളല്ലേ ചെല്ലുന്നത്, നമ്മൾ പള്ളന്റെ ഉള്ളിൽ ചെല്ലുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമുക്കറിയാത്തതുകൊണ്ടാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും. ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ട്, ഇബ്രാഹിം നബി പറഞ്ഞില്ലേ, വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ എന്റെ രോഗത്തിന് ശിഫ നൽകുന്ന അള്ളയാണ്. ആ പ്രയോഗം അങ്ങനെ പറയാൻ കാരണം എന്താ? രോഗം നമ്മൾ വിളിച്ചു വരുത്താണ് ഭക്ഷണത്തിലൂടെ എന്നാണ്. അതാണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളതാണ്. ചില ഇമാമാർ അങ്ങനെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നാലും നോക്കുക, അപ്പൊ നോമ്പിന്റെ ശാസ്ത്രീയത നമുക്കറിയാം. നമ്മളിപ്പോ ശാസ്ത്രജ്ഞന്മാരോ വിശകരന്മാരോ പറഞ്ഞോണ്ടൊന്നുമല്ല, കുത്തിബാലേക്കും മുസ്ലിയാം, നമ്മൾ നോൻപോറ്റോളൂ, അങ്ങനെ ചിലതുണ്ട്. എന്നാ വേറെ ചില കർമ്മങ്ങളെ എതിർക്കുമ്പോ അപ്പൊ എന്ത് ചെയ്യണം, നമ്മളാൾക്കാർ ചിലരായി അത് ശരി തന്നെ, എനിക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് ഇതൊക്കെ പറയും. ചില മസലകളൊക്കെ പറയുമ്പോൾ അതില്ലാതിരിക്കലാണ്. അള്ളാഹു എന്താണോ കൽപ്പിച്ചത് നമ്മൾ അയ്മണ കൂടാ, അതാണ് തോഴത്ത്. പിന്നെന്താ, പിന്നെ തഖ്വയാണ് രണ്ടാമത്തെ കാര്യം. അതുണ്ടാക്കാനാണ് നമ്മളെ നോമ്പ് പോലും. ഖുർആനിൽ അല്ലാഹു ഒരുപാട് സ്ഥലങ്ങളിലൂടെ ആവർത്തിച്ച് പറയുന്നതാണ്. വെള്ളിയാഴ്ച ഖതീബ് മിമ്പറിൽ നിന്ന് വസിയത്ത് ചെയ്യുന്നതാണ്, അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മിമ്പറമെന്ന് പറയുന്ന തഖ്വ കൊണ്ടുള്ള വസിയത്താണ്, ഒരു വിശുദ്ധി ജീവിതത്തിൽ. പിന്നെ ശുക്റും സബറും, 2 തലങ്ങളാണ്. അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയാം. അതേപോലെ തന്നെ എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും സബറും വേണം. അതിൽ ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നെന്താ, ഇബാദത്തിലുള്ള ക്ഷമയാണ് വേണം. ഇബാദത്ത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. ഇന്നലെ സുബൈക്കത്തെ ഖുർആൻ ക്ലാസ്സിന് ആലത്തിലൂടെ ചെല്ലുമ്പോൾ സ്ഥിരമായിട്ട് ക്ലാസ്സിന് വരുന്ന ഒരാള് മൂപ്പര് ചെറിയൊരു ആക്സിഡന്റ് പറ്റിന്. അപ്പൊ ഇന്നലെ സുബൈക്ക് വരുന്നുണ്ട്. ഇത്ര ഇടങ്ങാറായി വരുന്ന കാര്യങ്ങൾ ഏച്ച് വലിച്ച് ഇങ്ങനെ മൂപ്പര് വരുന്നുണ്ട്. അപ്പൊ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞും ചെയ്തു, എത്ര കൂലി ഉണ്ടാവും. ചെറുപ്പക്കാരാണൊക്കെ, നല്ല ചെറുപ്പക്കാർ കുട്ടിയാണ്. അൽഹംദുലില്ലാ പോസിറ്റീവായിട്ട് പറയാൻ പറ്റും. അപ്പോ ഒരാഴ്ച എന്നോട് പറഞ്ഞു, ഒരാഴ്ച സ്വൈപ്പായി വരാൻ കഴിഞ്ഞില്ല, എന്നാലും കഴിഞ്ഞപ്പോഴേക്ക് ഇറങ്ങുകയാണ്. അതിന് നല്ല ക്ഷമ വേണ്ടേ, അല്ലെങ്കിൽ ആരെങ്കിലും പോവും. ആ സമയത്ത്
ഇപ്പൊ സുബൈക്കൊന്നും പോണ്ടാറിയും പെണ്ണുങ്ങളും പറയും ഇത്ര ഇടങ്ങേറായി നിങ്ങൾ പോണുണ്ടാലും അവിടുന്ന് 10 പാവം കിട്ടുന്നരുതല്ലോ പറയും ചിലപ്പോ തമാശക്ക്. അതിലേറെ വലുതാണ് മൂപ്പര് വാങ്ങിയെടുക്കേണ്ടത് നേടിയെടുക്കുന്നതെന്ന് അതാത്താക്ക് അറിയിട്ടാണ്. അപ്പൊ നല്ല സബറുണ്ടെങ്കിലേ ഈ ഭാഗത്ത് ശരിക്കും നിലനിർത്താൻ കഴിയുള്ളൂ. നല്ല സബർ വേണം. സുഖമായിട്ട് കിടക്കുമ്പോൾ സുബൈക്ക് ബാങ്കിന് കേട്ടുമ്പോൾ എഴുന്നേൽക്കണമെങ്കിൽ സബറൊക്കെ വേണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, രോഗം, പ്രയാസങ്ങൾ, ആ ഘട്ടങ്ങളിൽ നല്ല സബർ. ഈ 4 കാര്യങ്ങളെ പ്രത്യേകം എന്ത് ചെയ്യുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്. ഇതാണ് ഇസ്തിഖാമത്ത് എന്ന്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോ നമുക്ക് വേണ്ടതാണ് എന്തൊക്കെ വിവാദങ്ങളും എന്തൊക്കെ കാര്യങ്ങളും ആര് നമ്മുടെ മതത്തിൽ നമ്മൾ പുറത്ത് ചാടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും പെട്ടുപോകരുത്. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയുന്നു, ബദീഉസ് സമാവാതി വൽ അർള് അന്നാ യകൂനു ലഹു വലദ് വലം തകുൻ ലഹു സാഹിബ വഖലഖ കുല്ല ശൈഇൻ വഹുവ ബികുല്ലി ശൈഇൻ അലീം. ബദീഉസ് സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമിയെയും അവൻ ആദ്യം സൃഷ്ടിച്ചവനാണ്. അവന് ഒരു പ്ലാൻ ഇല്ലാതെ സൃഷ്ടിച്ചു എന്നാണ്. ആകാശങ്ങളെയും ഭൂമിയെയും ഒരു പ്ലാൻ ഇല്ലാതെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. തുടങ്ങി പടക്കാന്നാണ് ബദീ എന്ന് പറഞ്ഞാൽ. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുകയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അതിന് കുൻ എന്ന ഒറ്റ ദിവ്യ കൽപ്പന മതി. ഫയക്കൂൻ, എന്താണോ അവന്റെ ഉദ്ദേശം അത് അവിടെ ഉണ്ടാകുന്നുള്ള. നമ്മക്കല്ലേ മാങ്ങയാണോ അണ്ടിയാണോ ആദ്യം ഉണ്ടായത്, തെങ്ങാണോ തേങ്ങയാണോ ആദ്യം ഉണ്ടായത്, ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് അറ്റുണ്ടാവില്ല. അത് നിൽക്കൂല. എവിടെയും അതിന് അറ്റുണ്ടാവും. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, അതൊരു വിഷയമുള്ള കാര്യമല്ല. അതാണ് നമ്മൾ ഈ ആകാശങ്ങൾ ഭൂമി എന്നൊക്കെ പറയുമ്പോൾ പറയാൻ എളുപ്പമാണ്. ആകാശങ്ങളും 7 ആകാശങ്ങളും 7 ഭൂമിയും ആകാശഭൂമികൾ എന്നറിയാം. തിരിച്ച് ഖുർആനിൽ എല്ലായിടത്തും ആകാശങ്ങൾ ഭൂമി എന്നറിയില്ല. നമ്മൾ പറയില്ല ഇങ്ങനെ മലയാളത്തിൽ പറയുമ്പോൾ ആകാശഭൂമികൾ എന്ന് തിരിച്ചാ പറയില്ല. അതൊരു ശൈലിയാട്ടോ, ശൈലിയാണ്. കവിതക്കൊക്കെ ചില വാക്കുകളൊക്കെ ഒരു നീട്ടലും കുറിക്കലൊക്കെ ഉണ്ട്. നിയമം അനുസരിച്ച് അവിടെ നീട്ടണമെന്നും പറ്റൂലെങ്കിലും നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ മൗലായ ആ പയ ചെല്ലാലോചിച്ച് എത്താ സാലെന്നുള്ള മൗലായ സൊല്ലി വസല്ലിം അതങ്ങട്ട് അത് എഴുതിയിട്ട് വായിച്ചാലാണ് നമ്മൾ എത്ര പേര് 1 കിലോമീറ്ററൊക്കെ നീട്ടിയിട്ടുണ്ടാവും. അങ്ങനെ നീട്ടിയാലേ നമുക്ക് മൗലായ ആവുള്ളൂ. അത്ര ഓവറാക്കരുത്. എന്നാൽ ചിലതിനൊക്കെ ഈ പ്ലാസം ഒപ്പിക്കാൻ വേണ്ടി ഖുർആനിൽ വരെ ചില ആയത്തുകൾ എങ്ങനെയുണ്ട്. ആയത്തുകൾ അല്ലാഹു തആല അതിൻ്റെ അവസാനം കേൾക്കുന്ന ആളുകൾക്ക് ഭയങ്കര സൗന്ദര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നതുപോലെ നമ്മളങ്ങനെ പറയല് പ്രയോഗത്തിൽ അങ്ങനെയാണ്. എന്നാ ഖുർആനിലെ എല്ലാം പ്രയോഗിക്കേണ്ട അങ്ങനെയല്ല കേട്ടോ. അസ്സാരിഖു വസ്സാരിഖത്തു അസ്സാനി വസ്സാനി അസ്സാനിയത്തു വസ്സാനി തിരിച്ചു മറിച്ചുള്ള പറഞ്ഞത്. അസ്സാനിയത്തു വസ്സാനി, അസ്സാരിഖു വസ്സാരിഖത്തു. നിങ്ങൾക്ക് മനസ്സിലായോ? അസ്സാരിഖു കള്ളൻ, വസ്സാരിഖത്തു കള്ളത്തി. അസ്സാനിയത്തു വേശ്യപ്പെണ്ണ്, വസ്സാനി വ്യഭിചാരം ചെയ്താണ്. വ്യഭിചാരത്തെ പറ്റി പറയുമ്പോൾ പെണ്ണിനെ മുന്തിച്ചു, കളവിനെ പറ്റി പറയുമ്പോൾ ആണിനെ മുന്തിച്ചു. എന്താ കാരണം? വ്യഭിചാരത്തില് ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങളാണെന്ന് അറിയിക്കാനും, മോഷണത്തില് പിന്നെ പെണ്ണുങ്ങളെക്കാൾ ആണുങ്ങളായിരിക്കും അറിയിക്കാനാണ്. വലിയ കളവിലൊക്കെ അങ്ങനെ തന്നെയുള്ളൂ. പെണ്ണുങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല. ഓര് ചിലപ്പോൾ കല്യാണ ഫെരീന്നൊക്കെ ചിലപ്പോൾ കുട്ടിന്റെ ചെയിനൊക്കെ ഒന്ന് പൊട്ടിച്ചാൽ നോക്കും, കുടുങ്ങും ചോദിച്ചു. പൊട്ടിച്ചു കണ്ട ഒതുക്കാൻ കഴിയൂല. ആണുങ്ങൾ ചേലാമ്പര ബാങ്കുകളിലൊക്കെ കണ്ടില്ലേ, കുടുങ്ങിയാലും ഭയങ്കര അത്രയും ഇതിലുള്ള. അങ്ങനെ ചിലപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് കഴിഞ്ഞോളന്നില്ല. ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കേസാവിട്ടോ, ഓൽക്ക് മോശമായി, ഓലെല്ലാം കക്കുണ്ടോലാന്ന് പറയണമെന്നറിയും. അങ്ങനത്തെ കാലാണത്. അപ്പൊ ഖുർആൻ അങ്ങനെ പറയുമ്പോൾ നമ്മൾ കരുതും പോലല്ല. അങ്ങനെ നമുക്ക് വെറുതെ അങ്ങനെ പൊറുക്കേച്ചാൽ തോന്നിപ്പോവും. അങ്ങനെ കുറെ ഹിക്മത്തുകൾ അതിന്റെ പിന്നിലുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു തആല പറയാണ്, ആകാശങ്ങളെയും ഭൂമിയെയും അവൻ തുടങ്ങി പടച്ചൊരു പ്ലാൻ ആവശ്യമില്ലാതെ അല്ലാഹു സൃഷ്ടിച്ചു. എന്നിട്ട് അല്ലാഹു പറയാണ്, അന്നാ യകൂനു ലഹു വലദ്, എങ്ങനെയാണ് അവനിക്ക് സന്താനം ഉണ്ടാവുക? എങ്ങനെയാണ് അള്ളാഹ്ക്ക് സന്താനം ഉണ്ടാകുക? കാരണം സന്താനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവിടെ വലിയ വൈരുദ്ധ്യം വന്നു. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാകുന്നു എന്ന് പറഞ്ഞതിന് എതിരാവൂലേ അള്ളാഹ്ക്ക് മക്കളുണ്ട് പറഞ്ഞാൽ? കാരണം അള്ളാഹ്ക്ക് മക്കളുണ്ട് പറഞ്ഞാൽ അള്ളാഹും ആ മക്കളും ഒരേ വർഗത്തിലാവൂലേ? അപ്പൊ ഒന്നിലധികമാവും.
ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടുള്ള ഈസാ നബി പറഞ്ഞത് ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഞാൻ അള്ളാന്റെ അടിമയാണ്, ഇന്ന ആരും ആരാക്കണ്ട, അള്ളാഹുവിന്റെ മകന് എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റ്ക്ക് കൊണ്ടുവരണ്ട. ഞാൻ ആരാണ്? ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് ഈസാ നബി പറഞ്ഞു. അപ്പൊ ഈ മക്കള് ഉണ്ടാക്കുക എന്നുള്ള അതില്ല. അന്നായകൂനു ലഹു വലദ്, എന്താ കാരണം? വലൻ തകുൽ ലഹു സാഹിബ, അള്ളാഹ്ക്ക് പങ്കാളിയില്ലല്ലോ, പങ്കാളിയില്ലല്ലോ. ഇനിയിപ്പോ ഇവരെന്തേ പറയും? അള്ളാഹ്ക്ക് പങ്കാളി ഉണ്ട് എന്നും പറയും. അങ്ങനെയും പറയേണ്ടവരുണ്ട്. മറിയം ബീവിയെ കൊള്ള അങ്ങനെ പറഞ്ഞവരുണ്ട്. ആർക്കും എന്തും വാദിക്കാലോ, എന്തും അവകാശപ്പെടാം. നമുക്ക് തൊള്ളി കയറിക്കാൻ പറ്റുമോ? ഏതൊക്കെ പൊട്ടത്തരങ്ങളാ പറയുന്നത്. അപ്പൊ അള്ളാഹ്ക്ക് സന്താനങ്ങളോ അങ്ങനെ ഒരു പങ്കാളിയോ സാഹിബത്ത് എന്നാൽ ഒരു കൂട്ടുകാരി ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവൻ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാകുന്നു. അള്ളാഹു എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണ്. വഹുവ ബികുല്ലി ശൈഇൻ അലീം, അല്ലാഹു തആല എല്ലാ കാര്യങ്ങളെ പറ്റിയും അറിയുന്നവനാണ്. അവൻ എല്ലാ കാര്യങ്ങളെ പറ്റിയും കൃത്യമായി അറിയുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹ്ക്ക് ഒരിക്കലും എന്ത് ചെയ്യരുത്? ശിർക്ക് വെക്കരുത്. ഖുർആനിൽ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണത്. ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഒരൊറ്റ ഒരു കാര്യം കൂടി, നമ്മൾ റമളാനിലാണല്ലോ, അത് പറഞ്ഞിട്ട് നമുക്ക് ഇത് വരക്കാം. അതായത് നമ്മളിപ്പോ റമളാൻ 1 അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ, നമുക്ക് അള്ളാഹു തആല ദീർഘായുസ് തരികയാണെങ്കിൽ ഈ വർഷം റമളാൻ 29 ഞായറാഴ്ച കയറാം, 29 ഒരു ഞായറാഴ്ച കയറാം. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ഞായറാഴ്ച നമുക്ക് ഒരു ഇക്കൊല്ലം നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിപ്പോ 1 ആയതുകൊണ്ട് പ്രത്യേകം ഞാൻ പറയണം. അതായത് നമുക്ക് ഒരു ഖത്മ് പൂർത്തിയാക്കിയിരുന്നേ. ഖത്മ് പൂർത്തിയാക്കലതിന് മുമ്പ് നമ്മൾ കഴിക്കുക. ഇപ്പോൾ ഇന്നലെ തന്നെ ഖത്മ് തുടങ്ങിയവരുണ്ടാവും. ഇന്നലെ തന്നെ ഇപ്പോൾ റമളാനിൽ നമ്മൾ ഖത്ത് എല്ലാ സമയത്തും ഉണ്ടാവും. റമളാനിൽ പ്രത്യേകിച്ചുണ്ടല്ലോ, ഖുർആന്റെ മാഷാഅല്ലാഹ് അതിന് സ്ഥാനം ഉണ്ടല്ലോ, അത് പ്രത്യേക നബിതങ്ങൾ പറഞ്ഞാണല്ലോ. അപ്പൊ ഇന്നലെ തന്നെ തുടങ്ങിയവരുണ്ടാവും. ഇന്ന് തുടങ്ങാതെ കരുതിക്കേണ്ടവരുണ്ടാവും. ഒരു കാര്യം ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാ അറിയോ? ഇതിലിപ്പോ നല്ല തിരക്കുള്ളവരുണ്ട്, കുറെ ഓതുന്നവരും ഉണ്ടാവും, നമ്മുടെ ജോലി കാര്യങ്ങൾ റമളാനിൽ ഒഴിവില്ലാത്തവരുണ്ടാവും. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഒരു ഖത്തൊന്നും പലപ്പോഴും നമ്മൾ പൂർത്തിയാക്കാത്ത കുറെ ആളുകളുണ്ടാവും. ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, നേരം കിട്ടൂല എന്നുള്ള ഒരു പ്രശ്നമാണ്. അങ്ങനെ ആകാതെ എങ്ങനെങ്കിലും ആയിട്ട് എങ്ങനെയെങ്കിലും കുത്തിമറിയാന്നല്ല, നമ്മൾ വിചാരിച്ചാൽ നടക്കും. ഒരു ഖത്മ് എന്തായിരുന്നാലും പൂർത്തിയാക്കണം. ഒരു ഖത്മൊന്നല്ലേ നമുക്ക് ഓതാൻ കഴിയാം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നലെ റമളാന് മാസപ്പിറവി കണ്ട് ഇന്നലെ ഔദ്യോഗികമായിട്ട് ഇന്ന് സുബൈക്ക് തുടങ്ങിയവരുണ്ടാവും, ഇന്നലെ തുടങ്ങിയവരുണ്ടാവും. കുഴപ്പമില്ല, ഓലിന്റെ കൂടെ ഒരു ഫാത്തിഹ ഓതിയാൽ മതി. ഫാത്തിഹ 3 ഓതാലോ. തുടങ്ങാത്തോല് ഔദ്യോഗികമായിട്ട് ഒരു ഖത്മ് ഉദ്ദേശിക്കാണ്ട് നമുക്കിപ്പോൾ തുടങ്ങിയിടാം. എന്നിട്ട് അള്ളാഹു അനുഗ്രഹിക്കണേ, നമുക്ക് 4ാമത്തെ ക്ലാസ്സിൻ്റെ അന്ന് ലാസ്റ്റ് പെരുന്നാള് ഇങ്ങനെ മുന്നിൽ കാണുന്ന ടൈമാണ്. അന്ന് നമുക്ക് ആ ദുആയിൽ നമുക്ക് അത് ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എന്തായിരുന്നാലും ഇപ്പോൾ അള്ളാഹിന്റെ ലാസ്റ്റ് നമ്മൾ ദുആരക്കുമല്ലോ, അതിൽ നമുക്ക് ആ ഖത്മ് ഇങ്ങനെയൊക്കെ തീരുമാനിക്കുമ്പോഴേ കാര്യങ്ങൾ എന്ത് ചെയ്യുള്ളൂ, നടക്കുള്ളൂ. നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അപ്പോൾ അങ്ങനെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതേ ഓതി നമ്മൾ തീർക്കും. കുറേ ഓതാണല്ല, ഉള്ള നല്ല ക്ലിയർ ആക്കിയിട്ട് ഇങ്ങനെ നല്ല അങ്ങനെ ഉണ്ടല്ലോ, കഴിഞ്ഞ മനസ്സിന് ഭയങ്കര റാഹത്ത് വേണം. നല്ല ഇങ്ങനെ മനസ്സിനൊരു തൃപ്തി ഏത് കാര്യത്തിനും അങ്ങനെ ഉണ്ടാവില്ല. ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ടേസ്റ്റ് കിട്ടിയ റാഹത്തം, നമ്മൾ ഉദ്ദേശിച്ചത് കഴിച്ചു പോയാൽ അതിലാ റാഹത്തായി. ഒരു വീട് നമ്മൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയാലും മനസ്സിനൊരു സന്തോഷമാണ്. അല്ലെങ്കിൽ ഒരു മുടി ഒടുങ്ങിയ മരിക്കാറ്. ഒരു ഉംറയൊക്കെ ചെയ്തു വന്നാൽ, ഹജ്ജൊക്കെ ചെയ്തു വന്നാൽ ഉദ്ദേശിച്ച പോലെ നമ്മൾ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും പോയി ഒക്കെ റാഹത്തായിക്കണമെങ്കിൽ ഭയങ്കര റാഹത്തേക്കാറും. അവിടെ ഒന്ന് രോഗിയായി വേണ്ട പോലെ പോകാൻ കഴിഞ്ഞെങ്കിൽ ടെൻഷനേക്കാറും. എന്നാൽ അത് പിന്നെ നമ്മൾ കുറ്റക്കാരാവില്ല. നേരെ മറിച്ച് നമ്മൾ ഓത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ഓതിയാൽ ഒരു തുമ്പ് പോലെ ഒന്നും കിട്ടിയില്ല, ആണ് ഓതിയെന്നുള്ളൂ, അങ്ങനെ ആകരുത്. നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ചൊരു പ്രയാസം ഉണ്ടെങ്കിലും, അതായത് ചിലപ്പോൾ ഓതാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അങ്ങനെ ഓതുമ്പോൾ തപ്പിത്തടഞ്ഞ് ഓതേണ്ടതിനും പുണ്യമുണ്ട് എന്നാണ് ഏതങ്ങൾ പറഞ്ഞത്. കാരണം കുറേ ഓതുമ്പോൾ ലെവലായി കിട്ടുമല്ലോ, അതിനൊക്കെ കൂലിയുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് റമളാൻ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അന്ന് തുടങ്ങിയിടാം. നിങ്ങൾ എൻ്റെ കൂടെ ഓതിക്കോളൂ. തുടങ്ങിയവർ ഞാൻ നേരത്തെ പറഞ്ഞായിരിക്കാം, അല്ലാത്തല്ല ഔദ്യോഗികമായിട്ട് എൻ്റെ ഖത്മിൻ്റെ ഫാത്തിഹയാണ്, അതൊന്ന് കരുതിയാൽ മതി.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. അല്ലാഹു തആല നമ്മൾ ഉദ്ദേശിച്ചത് പോലെ ഖത്മ പൂർത്തിയാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ 3,03,400,000 അക്ഷരം നമ്മളിപ്പോൾ നമ്മളെ നാവുകൊണ്ട് ഉച്ചരിക്കുന്നുണ്ട്. കേടയിച്ച് 10 ഹസനത്ത് കൂട്ടിക്കോളെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അതിനേക്കാൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരാൾ ഒളൂ ഇല്ലാതെ ഓതുമ്പോഴാണ് ഈ 10 ഹസനത്ത്. ഒളൂ ഇല്ലാതെ ഒരാൾ ഖുർആൻ ഓതുമ്പോൾ തന്നെ 10 ഹസനത്ത് ഒരു അക്ഷരത്തിനുണ്ട് എന്നാണ്. ഒളുവോടുകൂടെ ആണെങ്കിൽ കാണാതാണപ്പോൾ ഒളു ആണെന്നില്ലല്ലോ. ഒളുവോടുകൂടെയാണ് ഓതുന്നതെന്നുണ്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 25 ഹസനത്താണ്. ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ ഓത്തിൽ വരുന്നതിൽ 50, നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ വരുന്ന ഓത്തിൽ ഒരു അക്ഷരത്തിന് 100 ഹസനത്തുണ്ട് എന്നാണ് ഹദീസ്. അപ്പൊ അങ്ങനെ കൂട്ടുകയാണെങ്കിൽ നമ്മൾ റമളാനിലാവുമ്പോൾ പിന്നെ അതിന് വേറെ ഒരുപാട് പവർ കൂടും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وهو الذي أنزل من السماء ماء. അല്ലാഹു തആല ആകാശത്ത് നിന്ന് വെള്ളത്തെ ഇറക്കി. فأخرجنا به نبات كل شيء. എല്ലാ ധാന്യങ്ങളിൽ നിന്നും ചെടികളെ മുളപ്പിച്ചു. فأخرجنا منه خضرا. അതിൽ നിന്ന് പച്ചച്ചെടികളെ പുറത്തു കൊണ്ടുവന്നു. നുഖ്രിജു മിൻഹു ഹബ്ബൻ മുതറാകിബാ. അതിൽ നിന്ന് പിന്നീട് ഇടതൂർന്ന നിൽക്കുന്ന ധാന്യങ്ങളെ കൊണ്ടുവന്നു. വമിനൻ നഖ്ലി മിൻ തൽഇഹാ ഖിൻവാനുൻ ദാനിയ. ഈന്തപ്പനയെയും അതിന്റെ കുലകളിൽ പഴങ്ങൾ തൂങ്ങി അടുത്തായി നിൽക്കുന്നൊരു. വജന്നാതിൻ മിൻ അഅ്നാബ്. മുന്തിരിത്തോട്ടങ്ങളും വസ്സൈതൂൻ ഒലീവിന്റെ തോട്ടങ്ങളും വറുമ്മാൻ ഉറുമാൻ പഴത്തിന്റെ തോട്ടങ്ങളെയും. മുസ്തബിഹൻ വഗൈറ മുതശാബിഹ്. അന്യോന്യം സദൃശമായതും എന്നാൽ പരസ്പരം ടേസ്റ്റില് വ്യതിരക്തമായതും. ഉൻളുറൂ ഇലാ സമരി. ആ കായ്ക്കനികളിലേക്ക് നിങ്ങൾ നോക്കൂ. ഇദാ അസ്മറ വയൻഇ. അത് കായ്ച്ചു നിൽക്കുകയും അതുപോലെ തന്നെ അത് പാകമാകുകയും ചെയ്യുമ്പോൾ ഇന്ന ഫീ ദാലികും ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ. തീർച്ചയായിട്ടും മുഅ്മിനീങ്ങളായ ഒരു ജനതക്ക് നിങ്ങൾക്കതിൽ ദൃഷ്ടാന്തമുണ്ട്. വജഅലൂ ലില്ലാഹി ശുറകാഅൽ ജിൻ. അല്ലാഹു ജിന്നുകളെ നിങ്ങൾക്ക് വജഅലൂ ലില്ലാഹി ശുറകാഅൽ ജിൻ. അവർ ജിന്നുകളെ അല്ലാഹുവിനിക്ക് പങ്കു ചേർത്തു. ഏത് നിലക്ക്? വഖലഖഹും. ആ ജിന്നുകളെ ആവട്ടെ അല്ലാഹു പടച്ചതാണ്. വഖറഖൂ ലഹു ബനീന വബനാത്. എന്നിട്ട് അവർ അല്ലാഹുവിനിക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സ്ഥിരപ്പെടുത്തി ഉണ്ട് എന്ന് വാദിച്ചു. ബിഗൈരി ഇൽം. ഒരറിവുമില്ലാതെ ഒരു വിവരവുമില്ലാതെ. സുബ്ഹാനഹു വതആല. അതിനെ തൊട്ട് അല്ലാഹ് പരിശുദ്ധനാണ്, അതുപോലെ തന്നെ അല്ലാഹ് ഉന്നതനാണ്. അമ്മാ യസിഫൂൻ. അവർ നൽകുന്ന വിശേഷണത്തെ തൊട്ട് കുട്ടിണ്ട് എന്നൊക്കെ പറയുന്നതിനെ തൊട്ട്.
ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് അവൻ. അന്നാ യകൂനു ലഹു വലദ്, പിന്നെ എങ്ങനെയാണ് അവനിക്കൊരു സന്താനം ഉണ്ടാവുക? വലം തകുൽ ലഹു സാഹിബ, അവനിക്ക് സഹധർമ്മിണിയില്ല. വഖലഖ കുല്ല ശൈഇൻ, സർവ വസ്തുക്കളെയും സൃഷ്ടിച്ചതവനാണ്. വഹുവ ബികുല്ലി ശൈഇൻ അലീം, അല്ലാഹു എല്ലാ കാര്യങ്ങളെയും അറിയുന്നവനാകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹുവ അല്ലദീ അൻസല മിനസ് സമാഇ മാഅ فأخرجنا به نبات كل شيء فأخرجنا منه خضرا نخرج منه حبا متراكبا ومن النخل من طلعها قنوان دانية وجنات من أعناب والزيتون والرمان متشابها مشتبها وغير متشابه انظروا إلى ثمره إذا أثمر وينعي إن في ذلكم لآيات لقوم يؤمنون. وجعلوا لله شركاء الجن وخرقوا له بنين وبنات بغير علم سبحانه وتعالى عما يصفون. بديع السماوات والأرض أنى يكون له ولد ولم تكن له صاحبة وخلق كل شيء وهو بكل شيء عليم.